നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്തെ ആദ്യത്തെ ഹിജ്റ എന്ന് പറയുന്നത് അബിസീനയിലേക്കുള്ള ഹിജ്റയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഏകദേശം നബുവത്തിൻ്റെ ഒരു 5-ാമത്തെ വർഷമൊക്കെ ഏതാണ്ട് എത്താറായപ്പോൾ അതിക്രൂരമായ മർദ്ദന പീഡനങ്ങളും എതിർപ്പുകളും അസഹനീയമായപ്പോൾ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച വിശ്വാസികൾക്ക് ഇതിനുള്ളിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം എത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ അബിസീനയിലേക്ക് പോയിക്കോളി, അവിടെ നിങ്ങളെ സ്വീകരിക്കാൻ പറ്റിയ നല്ലൊരു രാജാവുണ്ട്, അദ്ദേഹം നല്ല മനുഷ്യനാണ്. അങ്ങനെ ഇവർ കുറച്ച് പേര് അതിനു വേണ്ടി തയ്യാറായി. സ്ത്രീകളും കുട്ടികളൊക്കെ അടക്കം കുറച്ച് ആളുകൾ ഹിജ്റക്ക് വേണ്ടി ഒരുങ്ങി. ആദ്യത്തെ സംഘം തലനാരിഴക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അവരിങ്ങനെ അവരെ പിടികൂടാൻ മുശ്രിക്ക് നേതാക്കന്മാരും മുശ്രിക്ക് സംഘവും പുറകെ പോയി. അങ്ങനെ പിടിച്ചില്ല എന്നുള്ള മട്ടിൽ ഇവർ കപ്പലിലേക്കാണ്ട് കടക്കലും കപ്പൽ നീങ്ങലും ഇവർ പുറകെ എത്തി. കപ്പൽ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരത്തെ എത്തിയിരുന്നെങ്കിൽ മുശ്രിക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ മുസ്ലിമീങ്ങൾ പിടിക്കപ്പെട്ടേനെ. അപ്പോൾ അള്ളാഹിൻ്റെ സഹായം കൊണ്ട് കപ്പൽ പുറപ്പെട്ടു. ഇവർക്ക് പിടിക്കാൻ കഴിയാതായി. അവർ എത്യോപ്യയിലെത്തി. മുസ്ലിങ്ങൾക്ക് അവിടെ സ്വാഭാവികമായും നല്ല അഭയം നൽകുന്ന രാജ്യമായതുകൊണ്ട് അവിടെ അവർ കൂടുകയും ചെയ്തു. പിന്നീട് മുശ്രിക്കുകൾ യോഗം ചേർന്നിട്ട് കൂടി ആലോചിച്ചിട്ട് അങ്ങനെ എത്യോപ്യയിൽ മുസ്ലിങ്ങൾ വളർന്നാൽ അത് വലിയ പ്രയാസമാകും. അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വളരെ പ്രഗത്ഭരായ സഹാബാക്കൾ, അംർ ബിൻ ആസിനെ പോലുള്ള ആൾക്കാർ, പോർട്ടുഗൽ അബൂ സുഫിയാൻ ഉണ്ടെന്ന് പറയുന്നത്, എന്നാലും അംർ ബിൻ ആസ് ഉണ്ട് അതിൽ. അംർ ബിൻ ആസിൻ്റെ പ്രത്യേകത, അദ്ദേഹം വിദേശ രാജ്യത്തിലെ രാജാക്കന്മാരായിട്ടൊക്കെ വലിയ വ്യക്തിബന്ധമുള്ള ആളായിരുന്നു. വളരെ പ്രഗത്ഭനാണ്, വളരെ അഗ്രഗണ്യനാണ്. അവർക്കൊക്കെ അദ്ദേഹത്തെ അറിയുകയും ചെയ്യും അംർ ബിൻ ആസിനെ. ഇവരെ അവിടെ എത്തി. രാജാവിൻ്റെ മുമ്പിൽ രാജാവിൻ്റെ സുഹൃത്തുക്കളല്ല, വലിയ സ്വീകരണമൊക്കെ ലഭിച്ചു. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുഴപ്പമുണ്ടാക്കി കുറേ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവരെ തിരിച്ചുവിടണം എന്ന് രാജാവിൻ്റെ മുമ്പിൽ അപേക്ഷിച്ചു. അപ്പോൾ രാജാവ് ദർബാറിലേക്ക് എല്ലാവരും വിളിച്ചു വരുത്തി. ആ രംഗം വളരെ രസകരമാണ്. രാജാവ് ദർബാറിലേക്ക് വരുമ്പോൾ അംർ ബിൻ ആസ് അടക്കമുള്ള ഖുറൈശി നേതാക്കന്മാരും മന്ത്രിമാരൊക്കെ തലകുനിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ അഭയം തേടി വന്ന മുസ്ലിമീങ്ങൾ നേരെ നിൽക്കുകയാണ്. ശരിക്കും അവരാണല്ലോ തലകുനിച്ച് ഏറെ കുനിഞ്ഞ് നിൽക്കേണ്ടത്. കാരണം അഭയം കിട്ടേണ്ടത് മുസ്ലിങ്ങൾക്കാണ്. പക്ഷേ മുസ്ലിമീങ്ങൾ തലകുനിക്കാതെ നേരെ നിൽക്കുന്നു. രാജാവിൻ്റെ മുന്നിൽ ഈ നേതാക്കന്മാരും മന്ത്രിമാരൊക്കെ തലകുനിച്ച് നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അംർ ബിൻ ആസ് തലകുനിഞ്ഞ് നിൽക്കവെ തന്നെ വിളിച്ചു പറഞ്ഞു, കണ്ടില്ല ധിക്കാരികൾ, രാജാവ് വരുമ്പോൾ തലകുനിക്കാതെ നിൽക്കണത് കണ്ടില്ലേ? അപ്പോൾ രാജാവിനും നല്ലൊരു തെളിവായി. കാരണം ഇവർ ധിക്കാരികളാണ്, അഹങ്കാരികളാണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവായി. പക്ഷേ രാജാവ് വേഗം ചോദിച്ചത് എന്താ നിങ്ങളുടെ നിലപാട് എന്നായിരുന്നു. അതിൽ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അലി റളിയല്ലാഹുവിൻ്റെ ജ്യേഷ്ഠൻ ഒരാളുണ്ടായിരുന്നു. അലി റളിയല്ലാഹുവിൻ്റെ ജ്യേഷ്ഠനാണ് ജാഫർ ബിൻ അബി താലിബ്. ഈ ജാഫർ റളിയല്ലാഹുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം റസൂലുള്ളാഹിയുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ്. എങ്ങനെ റസൂൽ അങ്ങനെ തന്നെ കണ്ടാൽ റസൂലിനെ പോലെ തന്നെ തോന്നും. മുത്താപ്പാട മോനാണല്ലോ. പിന്നെ റസൂലിൻ്റെ അതേ രൂപഘടനയൊക്കെ ഉള്ള ആളാണ്. പ്രായം കുറവാണെന്ന് മാത്രം, റസൂലിനേക്കാളും വളരെ ചെറുപ്പമാണ്. അപ്പോൾ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു വളരെ സുന്ദരമായി, വളരെ ഹ്രസ്വമായിട്ട് രാജാവിൻ്റെ മുമ്പിൽ കുന്നാ ഖൗമൻ അഹ്ലി ജാഹിലിയ, രാജാവെ ഞങ്ങളൊരു ജാഹിലിയ സമൂഹമായിരുന്നു, ഞങ്ങളെല്ലാ വൃത്തികേടും ചെയ്തിരുന്നു, ശവങ്ങൾ തിന്നിരുന്നു, ആളുകളെ കൊന്നിരുന്നു, എന്ത് കല്ലിനെ കണ്ടാലും ആരാധിച്ചിരുന്നു, എല്ലാ വൃത്തികേടുകളും ഞങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു പ്രവാചകൻ വന്നു. ആ പ്രവാചകൻ ഞങ്ങളോട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങളെ ഇന്ന രൂപത്തിൽ മാറ്റിയെടുത്തു എന്ന് വളരെ ഹ്രസ്വമായി പറഞ്ഞു. പക്ഷേ ഈ വിവരണം കേട്ടപ്പോൾ നജാശിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. നജാശി രാജാവ് വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് അതിനിടയ്ക്ക് വരെ എടുത്ത വഴിക്ക് നജാശി രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? അപ്പോൾ ഖുർആൻ ആയത്തൊക്കെ അദ്ദേഹം ഓതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നജാശി രാജാവ് പറഞ്ഞു, ഇവർ പറഞ്ഞൊരു വലിയ തെറ്റൊന്നുമില്ല അറിഞ്ഞ് ദർബാർ പിരിച്ചു വിട്ടു. പക്ഷേ പിറ്റത്തെ ദിവസം അംർ ബിൻ ആസ് രാജാവിൻ്റെ മുമ്പിൽ പറഞ്ഞു, നമ്മുടെ ദൈവപുത്രനായ ഈ യേശുവിനെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്, മുസ്ലിങ്ങൾ.
കാരണം യേശു ദൈവപുത്രനാണെന്നല്ല, വെറും പ്രവാചകനാണെന്നാണ് ഇവർ പറയുന്നത്. സത്യക്രിസ്ത്യാനിയാണ് ആര്? നല്ലൊരു സത്യമാനായ ക്രിസ്ത്യാനിയായിരുന്നു നജാശി രാജാവ്. അപ്പോൾ പിറ്റത്തെ ദിവസം വീണ്ടും ദർബാറിൽ ഒത്തുകൂടി നജാശി ചോദിച്ചു ഈസാ നബി യേശുവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ അദ്ദേഹം സൂറത്ത് മറിയമിലെ ആയത്തുകൾ ഓതി കൊടുത്തു. മറിയമിലെ ആയത്തുകളിൽ വളരെ കൃത്യമായിട്ട് ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ മുബാറക്കൻ വൈനമാ കുൻതു വൗസാനി ബിസ്സലാത്തി വസ്സക്കാത്തി മാ ദുംതു ഹയ്യ, ഇങ്ങനെ സൂറത്ത് മറിയമിൻ്റെ ആയത്തുകൾ കേട്ടോട് രാജാവ് കരഞ്ഞു. മുന്നിൽ കിടക്കുന്ന ഒരു കച്ചിത്തുരുമ്പ് എടുത്തിട്ടുണ്ട്, ഒടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നതിന് ഇതിന് പോലും ഒരു വിലയില്ല. ഇവർ പറഞ്ഞത് ഇതിനേക്കാൾ അപ്പുറത്ത് ഇതിലൊരു തെറ്റുമില്ല. ഇവർ പറഞ്ഞത് 100% ശരിയാണെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങൾക്ക് അഭയം നൽകുകയാണ്. ഈ നജാശി അബ്സീനിയൻ ഹിജ്റയുടെ ചരിത്രം അതാണ്. പക്ഷേ പിന്നീട് മുസ്ലിമീങ്ങൾ കുറേ നേരം അവിടെ തങ്ങി നിന്നു. പിന്നീട് മദീനയിലേക്ക് ഹിജ്റ പോയതിന് കുറേ ശേഷവുമാണ് പല ആളുകളും വന്നത്. ജാഫർ അബി താലിബൊക്കെ ഏതാണ്ട് മൂത്താ യുദ്ധത്തിൻ്റെ തൊട്ട് മുമ്പാണ് വന്നിരിക്കുന്നത്. അതുവരെ അദ്ദേഹമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വന്ന് കുറച്ച് കഴിഞ്ഞതോടുകൂടി തന്നെ അദ്ദേഹം മൂത്താ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ജാഫർ അബി താലിബ് റളിയല്ലാഹു അൻഹു വളരെ വല്ലാത്ത രീതിയിൽ തന്നെ ഷഹീദാവുകയാണ് ചെയ്തത്. അദ്ദേഹം ഖൈബർ യുദ്ധം കഴിഞ്ഞ് റസൂൽ ഇങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹം വരുന്നത്. റസൂൽ പറയുന്നുണ്ട്, ജാഫറിൻ്റെ വരവിലാണോ ഞാൻ സന്തോഷിക്കേണ്ടത്, അതല്ല ഖൈബറിൻ്റെ വിജയത്തിലാണോ ഞാൻ സന്തോഷിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, രണ്ടും സന്തോഷകരമാണ്. അങ്ങനെ വന്നപ്പോൾ ബദറിലും ഉഹദിലും പങ്കെടുക്കാൻ അവസരം കിട്ടാത്ത ജാഫർ റളിയല്ലാഹു അൻഹു മൂത്താ യുദ്ധത്തിൽ ലീഡർഷിപ്പോട് കൂടി പോയി. അദ്ദേഹം ഏകദേശം 10-70 കഷ്ണങ്ങളായി തന്നെ മുറുക്കപ്പെട്ട രൂപത്തിൽ ഷഹീദായി. റസൂലിൻ്റെ അദ്ദേഹത്തിൻ്റെ കുട്ടികളാണ് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു. 2, 3, 4 വയസ്സുള്ള കുട്ടികളായിരുന്നു. കുട്ടികളെ ഭാര്യ കുളിപ്പിച്ചൊരുക്കിയിട്ടും വാപ്പയുടെ വരവും കാത്തിരിക്കുകയായിരുന്നു. വാപ്പ യുദ്ധം കഴിഞ്ഞ് വരെ വെച്ചിട്ട് കുട്ടികളൊക്കെ കുളിച്ചൊരുപ്പിച്ചിരിക്കുമ്പോഴാണ് ജാഫറുല്ലാഹു ഷഹീദായി വരാറ്. പക്ഷേ ആ വിവരം ആരും ചെന്ന് പറയാൻ ധൈര്യം കാണിച്ചില്ല. റസൂല് തന്നെ നേരെ ചെന്നു. അള്ളാഹിൻ്റെ റസൂല് ഏറെ കരഞ്ഞ ഒരു ഘട്ടം അതായിരുന്നു. ആ കുട്ടികളെ നല്ല ചേർത്ത് പിടിച്ചിട്ട് റസൂലിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് താടി രോമത്തിലൂടെ വല്ലാതെ ഒഴുകി. ആ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഹിജ്റ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഹിജ്റ ചെയ്യാൻ ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇസ്ലാമികമായി ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഹിജ്റ ചെയ്യണം. ഹിജ്റ ചെയ്ത് ഇസ്ലാമിനെ പറിച്ചു നടണം. ആ ത്യാഗം നിങ്ങൾ സ്വീകരിക്കണം. കാരണം അത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന പണിയാണ്. കാരണം പരലോകത്തെത്തുമ്പോൾ അല്ലാഹു തആല അവിടെ ഈ ഹിജ്റ ചെയ്യാൻ അവസരമുണ്ടായിട്ടും അത് ചെയ്യാത്ത ആളുകളെക്കുറിച്ച് പറഞ്ഞല്ലോ, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസഹും ഖാലൂ ഫീമ കുൻതും കുന്നാ മുസ്തളഫീന ഫിൽ അർദ് ഖാലൂ അലം തകുൻ അർളുല്ലാഹി വാസിഅത്തും ഫതുഹാജിറു ഫീഹാ ഉലൈക മഹ്വാഉം ജഹന്നമ വസാഅത്ത് മസീറ. ഇവിടെ പറയണം, സ്വന്തത്തോട് അക്രമം കാണിച്ചവരെ മരിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ മലക്കുകൾ ചോദിക്കും, നിങ്ങൾ ഈ ഏതവസ്ഥയിലായിരുന്നു? അപ്പോൾ ഇവർ പറയും, കുന്നാ മുസ്തളഫീന ഫിൽ അർദ്, ഞങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ ദയനീയമായൊരവസ്ഥയിലായിരുന്നു, പീഡിതരായിരുന്നു. അപ്പോൾ മലക്കുകൾ ചോദിക്കും, അലം തകുൻ അർളുല്ലാഹി വാസിഅത്തും ഫതുഹാജിറു ഫീഹാ, അള്ളാഹിൻ്റെ ഭൂമി വിശാലായിരുന്നില്ല, നിങ്ങൾക്ക് ഹിജ്റ പോകായിരുന്നില്ല, നിങ്ങൾ എന്തിനാ അത്രയും ദുരിതം പേറി ഇവിടെ നിൽക്കേണ്ട കാര്യം എന്ന് മലക്കുകൾ ചോദിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിനെ പറിച്ചു നടുക എന്ന ഉദ്ദേശത്തോടു കൂടി ദേശത്യാഗം ചെയ്യൽ ഇസ്ലാമികമായി നിർബന്ധമുള്ള കാര്യമാണ്. അവർക്ക് വലിയ പ്രതിഫലമാണ്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് ഉലൈക യർജൂന റഹ്മത്തല്ലാഹി വല്ലാഹു ഗഫൂറുർ റഹീം. ഇന്നല്ലദീന ആമനു, വിശ്വസിച്ചവർ, വല്ലദീന ഹാജറു, ഹിജ്റ ചെയ്തവർ, വജാഹദു ഫീ സബീലില്ലാഹി സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവർ, ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അവർക്കാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം, അവർ അള്ളാഹിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാണ്. അപ്പം അള്ളാഹിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവർ ഹിജ്റ ചെയ്യേണ്ടി വന്നാൽ ഹിജ്റ ചെയ്യണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഫല്ലദീന ഹാജറു വഖുരിജു മിൻ ദിയാരിഹിം വഊദു ഫീ സബീലി വഖാതലു വഖുതിലു ലഉകഫിറന്ന അൻഹും സയ്യാത്തിഹിം വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ സവാബൻ മിൻ ഇൻദില്ലാഹി വല്ലാഹു ഇൻദഹു ഹുസ്നുൽ സവാബ്. ആൽ ഇംറാന്റെ അവസാന ഭാഗത്ത് കാണാൻ കഴിയും. സ്വന്തം നാട് വെടിയുകയും സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മർദ്ദിക്കപ്പെടുകയും യുദ്ധത്തിലേർപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളവർ, അവർക്ക് അള്ളാഹു അവരുടെ തിന്മകൾ മായ്ച്ചു കൊടുക്കും. ഹിജ്റ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള കാര്യമാണ്.
ഈ അംറുബിലാസ്, നേരത്തെ ഞാൻ പറഞ്ഞ അംറുബിലാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വീകരണം ഇസ്ലാമിന് വലിയൊരു കിട്ടലാണ്. വലിയ ആളായിരുന്നു, അതായത് എൻ്റെ ഒരു നിരീക്ഷണം അനുസരിച്ച് അദ്ദേഹം നേരത്തെ മുസ്ലിം ആയിരുന്നെങ്കിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ ഒപ്പമോ മുമ്പോ ഖലീഫയൊക്കെ ആകുന്ന അത്രയും ദിഷണാശാലിയായ പ്രഗത്ഭനായ വ്യക്തിയാണ് അംറുബിലാസ്. അപ്പോൾ അംറുബിലാസിൻ്റെ ഇസ്ലാം സ്വീകരണത്തിന് വേണ്ടി റസൂലൊക്കെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. അംറുബിലാസ് കൈ ഇങ്ങനെ നീട്ടിയ വഴിക്ക് അദ്ദേഹം കൈവലിച്ചു. ബയ്യത്ത് ചെയ്യാൻ വേണ്ടി കൈ നീട്ടിയിട്ട് കൈ അദ്ദേഹം നീണ്ട് വലിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ ഒരു ഉപാധി ഉണ്ട്. റസൂൽ എന്ത് ഉപാധി വെച്ച് ഇസ്ലാം സ്വീകരിക്കുക? റസൂൽ ഇങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ ഞാൻ മുമ്പ് ചെയ്ത പാപങ്ങളൊക്കെ എനിക്ക് അള്ളാഹ് പുറത്തു തരുമെന്ന് ഉറപ്പ് തരണം. ഞാൻ മുമ്പ് ചെയ്ത പാപങ്ങളൊക്കെ എനിക്ക് പുറത്തു തരുമെന്ന് ഉറപ്പ് തരണം. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, അമ്മ അമിൽത്ത അന്നൽ ഇസ്ലാമ യഹ്ദി മുമാക്കാന കബിലഹു വ ഇന്നൽ ഹിജ്റത്ത യഹ്ദി മുമാക്കാന കബിലഹ വ അന്നൽ ഹജ്ജ യഹ്ദി മുമാക്കാന കബിലഹു. അല്ല, താങ്കൾക്ക് അറിഞ്ഞൂടെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി തകർക്കപ്പെടും. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ചെയ്ത പാപങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി തകർക്കപ്പെടും. ഒരാൾ ഹിജ്റ ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത പാപങ്ങളൊക്കെ ഹിജ്റ ചെയ്യുന്നതോടുകൂടി ഇല്ലാതാകും. ഒരാൾ ഹജ്ജ് ചെയ്യുന്നതോടുകൂടി ഹജ്ജിന് മുമ്പ് ചെയ്ത പാപങ്ങളൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കും എന്ന് താങ്കൾക്ക് അറിഞ്ഞുകൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹിജ്റ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മാത്രമല്ല ഇസ്ലാം വേറൊരു കാര്യം കൂടി ഖുർആൻ പറയുന്നുണ്ട്, ഹിജ്റ ചെയ്ത വലിയ അനുഗ്രഹം കിട്ടും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഹിജ്റ ചെയ്ത ആളുകളൊക്കെ രാജാക്കന്മാരായി എന്ന് സാധാരണ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ ആളുകളായി മാറും. റസൂല് ഹിജ്റ ചെയ്യണവരെ റസൂൽ ഇങ്ങനെ വിഷമിച്ചും ദുരിതം പേറിയും സഹാബാക്കൾ ജീവിക്കുമ്പോൾ പിന്നെ വരുന്നത് ഹിജ്റയ്ക്ക് ശേഷം പിറ്റത്തെ ദിവസം മദീന രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി ഈ പറയുന്ന പാവപ്പെട്ട സഹാബാക്കളൊക്കെ വിവിധ രാഷ്ട്രങ്ങളുടെ ഗവർണർമാരായി മാറി എന്നുള്ളതാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വമൻ യുഹാജിർ ഫീ സബീലില്ലാഹ് യജിദ് ഫിൽ അർളി മുഗാറമൻ കസീറൻ വസഅ വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി വമൻ യുദ്രിക്കുഹുൽ മൗത ഫഖദ് വഖഅ അജ്റഹു അലല്ലാഹ് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. ഇത് വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്യുന്നവൻ ഭൂമിയിൽ ധാരാളം അഭയസ്ഥാനങ്ങളും വിശാല ജീവിത സൗകര്യങ്ങളും കണ്ടെത്താം. ഹിജ്റ ചെയ്തവർക്ക് അള്ളാഹ് പറയാണ്, അവർക്ക് മുആറമൻ കസീറ വസഅത, നല്ല ജീവിത വിഭവങ്ങളൊക്കെ അള്ളാഹു ഒരുക്കി കൊടുക്കും. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഉമൻ യുഖ്രിജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് ഒരാൾ ഹിജ്റ ചെയ്തു, റസൂലിഹി സുമ്മ യുദ്രിക്കുഹുൽ മൗത്ത്, എന്നിട്ട് മരിച്ചാലോ ഫഖദ് വഖഅ അജ്റഹു അലല്ലാഹ്, ആ മരിച്ച ആൾക്ക് ഉറപ്പായും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹിജ്റയുമായി ബന്ധപ്പെട്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹിജ്റയെ ഹ്രസ്വമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്ക ജീവിതഘട്ടത്തിൽ ചരിത്രത്തിലെ തുല്യതയില്ലാത്ത പീഡനങ്ങളും മർദ്ദനങ്ങളും എതിർപ്പുകളൊക്കെയാണ് അള്ളാഹിൻ്റെ റസൂലും സഹാബാക്കളും അനുഭവിച്ചത്. ഒരുപാട് തുല്യതയില്ലാത്ത, നമുക്കങ്ങനെ പറയുമ്പോൾ ഓരോ സഹാബാക്കളും അനുഭവിച്ച വേദനയ്ക്ക് കയ്യും കണക്കില്ല. അത്രയേറെ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും പട്ടിണിക്കിടുകയും ദുരിതം പേറുകയും പ്രയാസപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 13 കൊല്ലം ഇങ്ങനെ നീങ്ങണ രംഗം വല്ലാത്ത രംഗമാണ്. അതിൻ്റെ ഇടയ്ക്ക് എത്ര പണിയെടുത്തിട്ടും ഈ ഇസ്ലാം കൊണ്ട് വിജയിക്കണില്ല, ആളുകൾ കൂടുന്നില്ല. ഇതെന്താ പറഞ്ഞാൽ, ഒരു സത്യം മനസ്സിലാക്കിയ ആളൊരു ജനതയോട് ഈ സത്യം പറഞ്ഞിട്ട് അവരെ കൂട്ടാക്കാതെ വരുമ്പോണ്ടാണ് ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അത് ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരൊക്കെ ആണെങ്കിലോ, അപ്പോൾ അത് വല്ലാത്തൊരു വിഷമം റസൂലുള്ളാഹിക്കുണ്ട്. ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കവെയാണ് ഇവരെ റസൂലിനെ കൂട്ടരെ കൊല്ലാനും നശിപ്പിക്കാനും നല്ല പ്ലാൻ ഇട്ടിരുന്നു. പക്ഷെ ചെയ്യാൻ പറ്റാത്തതിന് 2 കാരണം എന്നുണ്ടായിരുന്നു. ഒന്ന്, അബൂ താലിബിൻ്റെ ഒരു സാന്നിധ്യം വലിയ പ്രശ്നമാണ്. രണ്ടാമത്തേത് ഖദീജ റളിയല്ലാഹുവിൻ്റെ സാന്നിധ്യം. ഇത് 2 റസൂലുള്ളാഹിക്ക് വലിയ കരുത്തായിരുന്നു. ഇത് 2 പേരും ഒന്നിച്ചു ഏതാണ്ട് ഒരേ വർഷം തന്നെ മരിച്ചു. ഖദീജ റളിയല്ലാഹു വഫാത്തായ അബൂ താലിബ് മരിക്കുകയും ചെയ്തു. അങ്ങനെ അതോടുകൂടി റസൂലിൻ്റെ 2 ചിറകൊടിഞ്ഞു. കൊല്ലം 12-11 കൊല്ലത്തോളം കഴിഞ്ഞു. ഇസ്ലാം ആകെ 100-120 ആളൊക്കെ, ഹിജ്റ ചെയ്യുമ്പോൾ തന്നെ 150 ആളൊക്കെ ഉള്ളൂ. അത്ര ആവണുള്ളൂ ഈ കൊല്ലം പണിയെടുത്തിട്ടൊക്കെ. അതാണ് ഈ കുറേ പാവങ്ങൾ, അടിമകൾ, പച്ച പ്രയാസപ്പെടുന്ന മനുഷ്യന്മാർ. ഇവരാണെങ്കിലോ കിങ്കരന്മാരെ പോലെ മുശ്രിക്കുകൾ ഇങ്ങനെ ഇതാവുക.
അവസാനം ഇവർ രണ്ടാളും മരിച്ചതോടുകൂടി റസൂലിൻ്റെ ചിറകൊടിഞ്ഞ് റസൂലും വല്ലാത്ത അതിനിടയ്ക്ക് 3 വർഷക്കാലം ഷൈബ അബി താലിബ് ഉപരോധിക്കപ്പെട്ടിരിക്കണം. അവസാനം റസൂലെ ത്വായിഫിലേക്ക് പോകാൻ വിചാരിച്ചു. അവിടെ പോയി അവിടുന്ന് കല്ലേറും പീഡനവും മർദ്ദനവും സഹിക്കാതെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് എന്താണ് ഇനി ചെയ്യാന്നുള്ളത് നമ്മൾ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടം. പക്ഷെ അപ്പോഴാണ് അല്ലാഹു തആല റസൂലുള്ളാഹിനോട് പറയുന്നത്, താങ്കളെ കൊല്ലാനും താങ്കളെ വധിക്കാനും താങ്കളെ പുറത്താക്കാനും താങ്കളെ മർദ്ദിക്കാനൊക്കെ അവർ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹു തആല അതിലും വലിയ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. താങ്കളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കണം. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. ഭയങ്കര ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ നല്ലൊരിതാണ്. ഈ സങ്കീർണ ഘട്ടത്തിൽ അള്ളാഹിൻ്റെ റസൂലിനോട് അള്ളാഹ് പറയാണ്, കുൽ താങ്കൾ പറയണം, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ എന്നെ പ്രവേശിപ്പിക്കണം, വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ എന്നെ പുറപ്പെടുവിപ്പിക്കണം, വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ നിന്നിൽ നിന്ന് സഹായകരമായ ഒരധികാരശക്തി എനിക്ക് നൽകണം. 100 ആളില്ല ഇസ്ലാമിന്, 10-12 കൊല്ലമായി തുടങ്ങി. എന്നിട്ടാണ് ഈ പറയാൻ പറഞ്ഞത്, ഒരധികാരശക്തി ഉണ്ടായാലേ വിജയിക്കൂ ഇസ്ലാം. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് ദുആ ചെയ്യാൻ പറയാണ്, വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ നിന്നിൽ നിന്ന് സഹായകരമായ ഒരധികാരശക്തി അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ എന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറയാണ്. ഇത് ഒരു ഭാഗത്ത് ഇതിങ്ങനെ ഈ പ്രാർത്ഥനയൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഹജ്ജ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഹജ്ജ് നടക്കുന്നുണ്ട്, ജാഹിലിയ ഹജ്ജ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ജാഹിലിയ ഹജ്ജിൽ പറഞ്ഞാൽ അന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും അറിയപ്പെടുന്ന ഭാഗത്തുനിന്നൊക്കെ മക്കയിലേക്ക് ഹജ്ജിന് ആളുകൾ വരും. ഈ ഹജ്ജ് വരുമ്പോൾ മുശ്രിക്കുകൾക്ക് ഭയങ്കര ബേജാറാണ്. കാരണം പുതിയൊരു ഇസ്ലാം ഒരു നബിയും കൂട്ടരും ഇവിടെ വന്നിക്കുകയാണ്. ഇവരെ വലയിൽ പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഹജ്ജിന് വരുന്നവരെ ഇവിടെ പ്രശ്നം ഇട്ടാ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കൽ. അതുതന്നെയാണ് അവസാനം ഇസ്ലാമിൻ്റെ വിജയത്തിലെത്തിക്കലും. ഈ ബേജാറ് കാട്ടൽ അവസാനം ഇസ്ലാമിൻ്റെ വിജയത്തിലെത്തിക്കലാണ് ചെയ്യൽ. റസൂലും നല്ല പരിപാടി ചെയ്യും എന്ന് പറഞ്ഞാൽ ആരും കാണാതെ നട്ടപ്പാതിരാക്ക് ഹജ്ജിൻ്റെ ആളുകളെ പതുക്കെ പോയിട്ട്, ഹജ്ജാകുമ്പോൾ പിന്നെ രാത്രി ആൾക്കാരുണ്ടാവുമല്ലോ, പാതിരാക്ക് രഹസ്യമായിട്ട് പോയിട്ട് ആൾക്കാർക്ക് പതുക്കെ ഇസ്ലാം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കെ മദീന യസ്രിബ് എന്നാണ് മദീനയുടെ പേര്. യസ്രിബിൽ നിന്ന് കുറേ ആൾക്കാർ വന്നിരിക്കുന്നു. ഇവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അക്കബയുടെ ഭാഗത്ത് വെച്ചിട്ട് കുറച്ച് ആൾക്കാരെ പറഞ്ഞ് ഇസ്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനൊരു നബിയാണ്, ഇങ്ങനെയാണ് ഇസ്ലാമാണ്, ഇതാണ്, അങ്ങനെയാണ്. ഇവരിത് കേട്ടപ്പോൾ ഇവരാകെ അന്തം വിട്ടു. ഇവർക്ക് മാത്രം അന്തം വിടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇവരിങ്ങനെ ഒരു നബി വരുന്ന വർത്താനം എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കാരണം യസ്രിബിൽ കുറേ യഹൂദന്മാരുണ്ട്. യഹൂദന്മാർക്ക് എപ്പോഴും 1 പറഞ്ഞ് 2 പറഞ്ഞ് മദീനയിലെ തദ്ദേശവാസികളായ ഔസ് ഖസ്റജ് മദീനക്കാരോട് പറയും, പിന്നെ വല്ലാതെ കളിക്കണ്ട, ഞങ്ങളെ നബി വരാണ്ട്, നിങ്ങളെ പൂതി ഞങ്ങൾ തീർക്കും. ഈ ഭീഷണിയാണ് എപ്പോഴും കേൾക്കുക. ഞങ്ങൾ നബി ഇപ്പോൾ വരും, ഞങ്ങൾ നബി ഇങ്ങനെ വരാറായിക്കണം, ഇവിടെ നിന്നാണ് നബി വരിക, ആ നബി വന്നാൽ ഞങ്ങളെ പണി തീർക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തലാണ് എപ്പോഴും. മാത്രമല്ല, ഈ മദീനയിൽ യഹൂദന്മാരെത്താൻ തന്നെ കാരണം, പലസ്തീൻ ഭാഗത്തു നിന്ന് അവർ വരാൻ കാരണം അവരുടെ വേദഗ്രന്ഥത്തിലും അവരുടെ ചര്യയിലും ഒരു നബി വരാനുണ്ട്. ആ നബി ഹിജാസിൽ നിന്ന് അഥവാ അറേബ്യൻ ഭാഗത്തു നിന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നബി വരെ നമ്മുടെ കുടുംബത്തിൽ നിന്നാണെന്നാണ് അവരുടെ വിചാരം. നബി വരികയാണെങ്കിൽ ജൂതന്മാരുടെ കുടുംബത്തിൽ നിന്നല്ലേ വരുള്ളൂ. എന്നാൽ നമുക്ക് അവിടെ ചേക്കേറാം. അപ്പോൾ നമ്മളെ കുടുംബത്തിൽ നിന്ന് നബി ആയിക്കോട്ടെ വെച്ചിട്ട് മദീനയിലേക്ക് ചേക്കേറിയവരാണ് മദീനയിലെ യസ്രിബിലെ യഹൂദന്മാർ. ഇവരിതെന്നും പറയും. ഇവർ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ മുസ്ലിമൊന്നും ആയിട്ടില്ലായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു. ഞാനൊരു വിദേശ രാജ്യത്ത് കച്ചവടത്തിന് വേണ്ടി പോയിട്ട് അങ്ങാടിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ക്രിസ്തീയ ചർച്ചിൽ നിന്ന് ഒരു പുരോഹിതൻ ഇറങ്ങി വന്നിട്ട്, മക്കാരാരെങ്കിലും അവിടെ ഉണ്ടോ, മക്കാരാരെങ്കിലും വന്നിട്ടുണ്ടോ, അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ മിണ്ടാതെ കുറച്ച് നേരം കേട്ടു. അല്ലേ, നിങ്ങളെ ഭാഗത്തൊരു നബി വരാണ്ട് ഞങ്ങളെ വേദഗ്രന്ഥത്തിലുണ്ട്, വന്നിട്ടുണ്ടോ, വരാനായിക്കണോ, സമയമായിട്ടുണ്ട്, വരാനായിക്കണോ, വന്നിക്കണോ? തൽഹ പറയണേ, ഞാൻ മിണ്ടിയില്ല. കാരണം മൂപ്പര് വിശ്വസിച്ചിട്ടില്ല. മൂപ്പര് ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചു, തൽഹ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവരൊക്കെ കാത്തിരിക്കുന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വരവ്. ആ നബിയുടെ ഒറിജിനൽ ഇവിടെ മദീനക്കാർ നോക്കുമ്പോൾ ദേ നബി ഇവിടെ, ഇത് യഹൂദന്മാരെ ഗോത്രത്തിൽ നിന്നല്ല വന്നിരിക്കുന്നത്, ഇവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. ഇവരേതാണ്ട് ഇസ്ലാമിനൊക്കെ മനസ്സിലാക്കി നബിയുമായിട്ട് നബിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവർ പോയി. ആദ്യ ഒരു പോക്ക് പോയി, പിന്നെ രണ്ടാമത്തേൽ വന്നിട്ട് നബിയുമായി ഇവർ കരാറെടുത്തു. 12 പേരപ്പം ഉണ്ടായിരുന്നു. അതാണ് 1-ാം
അഖബ ഉടമ്പടി. ആ ഉടമ്പടി രസമാണ്. ഞങ്ങളിനി കളവ് നടത്തൂല, വ്യഭിചരിക്കൂല, അങ്ങനെ കുറേ ധാർമ്മിക വിഷയങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചില ഉടമ്പടികളൊക്കെ എടുത്ത് ഞങ്ങൾ നല്ല നിലക്ക് ജീവിക്കാം, ഇസ്ലാമിനെ ഉൾക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒന്നാം അഖബ ഉടമ്പടി. പക്ഷെ അവരൊരാവശ്യം പറഞ്ഞു, ഞങ്ങൾക്ക് നാട്ടിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ പറ്റിയൊരാളെ കൂടെ അയച്ചു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചെറുപ്പക്കാരനും വളരെ ഊർജ്ജസ്വലനുമായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കൂടെ പറഞ്ഞയച്ചു കൊടുത്തു. ഒരു വർഷക്കാലം മിസ്അബ്, അടുത്ത ഹജ്ജ് വരെ മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിൽ പണിയെടുത്തു. മദീനയിലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി, എല്ലാ വ്യക്തികളെയും കണ്ടു. മിസ്അബ് റളിയല്ലാഹുവിൻ്റെ പ്രബോധനം ഗൗരവമായപ്പോൾ മിസ്അബിനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളുണ്ടായിരുന്നു. ഇപ്പം കൊല്ലും ഞാൻ എന്നിട്ട് കയറി ചെന്നു. മിസ്അബ് റളിയല്ലാഹുവിന് വളരെ ശാന്തനായി അദ്ദേഹത്തിന് മുമ്പിൽ നിന്നു. മൂപ്പര് പറഞ്ഞു, എന്നെ കൊന്നോ, പക്ഷേ ഒരു 5 മിനിറ്റ് ഞാൻ പറഞ്ഞോന്ന് കേൾക്കണം. ആയിക്കോട്ടെ. ആ കേൾക്കലിൽ മൂപ്പര് കുടുങ്ങി. അങ്ങനെയാണ് സഅദ് റളിയല്ലാഹുവിനൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നത്. ഈ ഒരു കൊല്ലം കൊണ്ട് മദീന ഇളക്കി മറിച്ച് മദീനയെ കൊണ്ട് ശരിപ്പെടുത്തിയെടുത്തു. പിറ്റത്തെ കൊല്ലം ഏകദേശം 70-ലേറെ പേരുമായിട്ട് മിസ്അബ് റളിയല്ലാഹുവിനും കൂട്ടരും ഹജ്ജിന് വന്നു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പാതിരാവിൽ അഖബയുടെ ഭാഗത്ത് വെച്ച് ഈ 75 ആളുമായി സംസാരിച്ച് കരാർ ഉറപ്പിച്ചു. അതാണ് രണ്ടാം അഖബ ഉടമ്പടി. ആ അഖബ ഉടമ്പടിയുടെ ഒരു ഘടകം റസൂലിനെ അവരങ്ങോട്ട് ക്ഷണിച്ചു. റസൂല് വന്നാൽ റസൂലിന് സംരക്ഷണം നൽകുക, കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുക, കുട്ടികളെ പോലെ നോക്കുക, എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ആ കരാറിന് മധ്യസ്ഥം വഹിക്കാൻ വന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. മൂപ്പര് മുസ്ലിമല്ല. അതാണ് അതിലെ രസം. മുസ്ലിമല്ലാത്ത അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് ഇസ്ലാമിന് വേണ്ടി നബിയും മദീനക്കാരുമായി കരാറുണ്ടാക്കാൻ മധ്യസ്ഥം വഹിക്കാൻ വന്നത്. അതിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പിന്നെ ഞങ്ങളിപ്പോൾ ഒരു വിധം പ്രയാസപ്പെട്ട് നബീനെ ഇങ്ങനെ പരിക്കൊന്നും പറ്റാതെ കൊണ്ടുനടക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് പ്രയാസം ഉണ്ടാക്കി നോക്കി കൊണ്ടുപോകണ്ട. വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവർ പറയാം, വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നബിനെ കൊണ്ടുപോയിട്ട് ദ്രോഹിച്ച പടച്ചോനെന്ന് വലിയ ശിക്ഷ കിട്ടും. വിശ്വാസമില്ലാത്ത അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നീട് ബദർ യുദ്ധത്തിന് ശേഷമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ബദർ യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ കൂടെ വന്നിരിക്കണം മൂപ്പര്. ബദർ യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ കൂടെ വന്നു. മൂപ്പർക്ക് പോരാൻ ഇഷ്ടമൊന്നും ഉണ്ടായില്ല. അബൂജാൽ വിട്ടില്ല, വന്നെന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹു കുടുങ്ങി അവസാനം പോന്നു. നല്ല കാശുണ്ട്, പലിശ കച്ചവടം ഗംഭീര കച്ചവടമാണ്. ഈ പലിശ കച്ചവടത്തിൻ്റെ പൈസ ഒക്കെ കൂടി മൂപ്പര് യുദ്ധത്തിന് പോയാൽ പോകുമല്ലോ വെച്ചിട്ട് മൂപ്പര് എന്ത് ചെയ്തു, മൂപ്പര് ഒരു സ്ഥലത്ത് വെച്ചിട്ട് യുദ്ധത്തിന് വന്നു. അപ്പോൾ യുദ്ധ കുറ്റവാളികളിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പിടികൂടി. നബിക്ക് ഇങ്ങനെയൊക്കെ സഹായം ചെയ്തല്ലേ. നബി പറഞ്ഞു സഹാബാക്കളോട് വിടണ്ട കേട്ടോ, നല്ല പൂത്ത പൈസ ഉണ്ട്, നല്ല പൈസ മേടിച്ചിട്ട് വിട്ടാൽ മതി എന്ന് നബി പറഞ്ഞു. നബി പറഞ്ഞു നല്ല പൈസ മേടിച്ചിട്ട് വിട്ടാൽ മതി. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വിടാം, മോചനം തരാം, പൈസ തരണം. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇന്ത്യയിൽ തോളു വെച്ചിട്ട് മൂപ്പര് അരയിൽ കുറച്ച് ചില്ലറ പൈസ എടുത്തിട്ട് കാട്ടി കൊടുത്തിട്ടുള്ളൂ. നബി പറഞ്ഞു, ഇപ്പോൾ നുണയണത്, ഇന്നലെ രാത്രി മൂപ്പരും ഭാര്യയും കൂടിയിട്ട് മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് മൂപ്പർക്കും ഭാര്യക്കും മാത്രം മക്കയിൽ നടന്ന കാര്യം അറിയുള്ളൂ. പക്ഷേ റസൂലുള്ളാഹി വഹയിലൂടെ ഈ കാര്യം പറയാം. ഇന്നലെ രാത്രി മൂപ്പരും ഭാര്യയും കൂടി പൈസ കുഴിച്ചിട്ടുണ്ട്, ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പം അബ്ബാസ് റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുക ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നെന്താണ്, ഈ രണ്ടാം അഖബ ഉടമ്പടി, ആ കരാറ് പ്രകാരം മുസ്ലിമീങ്ങൾ കുറേശ്ശെ മദീനയിലേക്ക് പോകാൻ തുടങ്ങി. കുറേശ്ശെ പോകാൻ തുടങ്ങി. ആരും അറിയാതെ അങ്ങനെ പോയി. പക്ഷേ ഈ വിവരം മുശ്രിക്കുകൾക്കറിയാം. ഇങ്ങനെ പോയാൽ മദീന കേന്ദ്രീകരിച്ച് ഇസ്ലാം വളരും, അത് പ്രശ്നമാണ്. അതുകൊണ്ട് മുശ്രിക്കുകൾ തീരുമാനിച്ചു മുസ്ലിങ്ങളെ തടയണം. തടഞ്ഞിട്ടില്ലെങ്കിൽ മദീന കേന്ദ്രീകരിച്ച് ഇസ്ലാം ശക്തി പ്രാപിക്കും. അവർ ദാറുന്നദ്വ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുശ്രിക്കുകളുടെ ക്ലബ്ബാണ്. അവിടെ യോഗം കൂടി പലരും പല അഭിപ്രായം പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, ഇനി ഇത് അവസാനിപ്പിക്കുക, ഈ പരിപാടി അവസാനിപ്പിക്കണമെങ്കിൽ ഒരു മാർഗ്ഗമുള്ളൂ, മുഹമ്മദിനെ അവസാനിപ്പിക്കുക. മുഹമ്മദിനെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കൊല്ലാൻ വലിയ പാടാണ്, കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രത്യാഘാതം വലിയ പ്രശ്നമാവും, അതുകൊണ്ട് നമുക്ക് നാട് കടത്താം. അപ്പോൾ പറഞ്ഞു, നാട് കടത്തിയാൽ അവിടെ ഇസ്ലാം ഉണ്ടാവും. ഇവർ പറയാണ്. അപ്പോൾ നമുക്ക് തടവിലിട്ടാലും പുറത്ത് ഇസ്ലാം ഉണ്ടാവും. അവസാനം അവർ തീരുമാനിച്ചു കൊല്ലന്നെ മാർഗം. അപ്പോൾ കൊല്ലൽ വലിയ പ്രശ്നമാണ്. നബി കുടുംബത്തെ കൊന്നാൽ ആ കൊന്ന കുടുംബത്തിനെതിരെ നബി കുടുംബം മുഴുവൻ സംഘടിക്കും. അപ്പോഴാണ് അബൂജഹൽ നല്ലൊരു ഐഡിയ പറഞ്ഞു, എല്ലാവരും കൂടി കൊല്ലുക. എല്ലാ കുടുംബത്തിൽ നിന്നും ഓരോ പ്രതിനിധി വന്നിട്ട് കൂട്ടായിട്ട് കൊല്ലുക. അപ്പോൾ നബി കുടുംബത്തിന് ഒരു കുടുംബത്തെ മാത്രം എതിർക്കാൻ കഴിയില്ല. ഈ പ്ലാൻ ചെയ്തുകൊണ്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വീട് പറഞ്ഞപ്പോഴേക്കും സഹാബാക്കളൊക്കെ ഒരുവിധം പോയിരുന്നു. നബിക്ക് മാത്രം പോകാൻ അള്ളാഹു അനുവാദം കൊടുത്തിരുന്നില്ല. ഈ സമയത്തുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹു തആല വിവരം കൊടുത്തിരുന്നു. ഏതാണ്ട് താങ്കൾക്ക് പോകാനായിരിക്കുന്നു, പോകേണ്ട രീതി അറിയിപ്പും കൊടുത്തു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു നട്ടുച്ച നേരത്ത്, സാധാരണ ഒരു ആ നേരത്തെ ഒരാൾ ഇങ്ങനെ മക്കയിലെ ചൂട് കാലത്ത് അങ്ങനെ നടക്കില്ല. നട്ടുച്ച നേരത്ത് നേരെ അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, അള്ളാഹു എനിക്ക് ഹിജ്റ പോകാൻ അനുമതി തന്നിരിക്കുന്നു. എൻ്റെ സഹയാത്രികൻ താങ്കളാണ്, എൻ്റെ കൂടെ വരുന്ന ആൾ താങ്കളാണ്. അതോട് കേട്ട വഴിക്ക് അബൂബക്കർ സിദ്ദീഖ് പൊട്ടിക്കരഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ പറയുന്നുണ്ട്, ഒരാൾ സന്തോഷം കൊണ്ട് കരയുന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇമാതിരി പൊട്ടിക്കരച്ചിൽ കരയുമെന്ന് ഞാൻ ആദ്യമാണ് കാണുന്നത്. അത്രയും സന്തോഷത്തോടു കൂടി വാപ്പ പൊട്ടിക്കരഞ്ഞു. എന്തായാലും ശരി, ഇനി അങ്ങോട്ട് അള്ളാഹ് ഇത് അനുമതി കൊടുത്തതോടുകൂടി റസൂൽ എല്ലാ പ്ലാനിങ്ങും നടത്തി. വളരെ, അതായത് ഈ റസൂലിൻ്റെ കൗമാണല്ലോ റബ്ബേ ഈ മുസ്ലിം സമുദായം എന്ന് ചിന്തിച്ചു പോകുമാർ പ്ലാനിങ് റസൂൽ നടത്തുകയാണ്. അത് ആധുനിക മാനേജ്മെൻറ്റ്സ്, ഞാൻ എന്നോട് ജമിനിയുടെ ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് എന്താ പറഞ്ഞാൽ, ലോക മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് പോലും വലിയ പാഠമാണ് മുഹമ്മദ് നബിയുടെ ഹിജ്റ യാത്ര എന്നാണ് പറയുന്നത്. പോട്ടെ, അപ്പോൾ എന്താ ഉണ്ടായത്? അവസാനം നബിയുടെ പ്ലാനിങ് വളരെ കൃത്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വീട് വളയാൻ അവർ പ്ലാനിട്ടു. രാത്രി വീട് വളയാൻ നബി പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും കൂടി കൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ആ വിവരം കിട്ടി, അള്ളാഹുവിൽ നിന്ന് ആ വിവരം കിട്ടി. അദ്ദേഹം തൻ്റെ വിരിപ്പിൽ വളരെ കൃത്യമായി അലി റളിയല്ലാഹുവിനെ അവിടെ കിടത്തി. അലി റളിയല്ലാഹുവിനെ അവിടെ അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ റസൂൽ കിടക്കണ പോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കാണാം. റസൂൽ കിടക്കണ പോലെ ഇങ്ങനെ ചെറിയ ഈ ഈത്തപ്പലടൊക്കെ ഇതുകൊണ്ട് കമ്പൗണ്ട് ഉണ്ടാക്കിയ മതിലുകളാണല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അവിടെ കിടക്കണത് കാണാം. അപ്പോൾ കിടക്കുമ്പോൾ റസൂലാന്ന് വിചാരിക്കും. അലി റളിയല്ലാഹുവിൻ്റെ പക്കൽ എല്ലാ സാധനങ്ങളുടെയും, അതായത് എല്ലാവർക്കും കൊടുക്കേണ്ട സാധനങ്ങൾ, കാര്യങ്ങൾ, അനാമത്ത് സ്വത്തുക്കൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പകരം ആളെ വെച്ചുകൊണ്ട് റസൂൽ പ്ലാൻ ചെയ്തു. എന്നിട്ട് റസൂൽ ആളുകൾക്കിടയിലൂടെ ഇറങ്ങി ഒരു പിടി മണ്ണ് വാരിയിട്ട് റസൂൽ അങ്ങോട്ട് പോയി. അവരേതാണ്ട് അർദ്ധോർക്കത്തിലൊക്കെ ആക്കിയിട്ടുണ്ടാവും. അള്ളാഹു നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ ചെന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, റസൂലിൻ്റെ ഈ ഹിജ്റ യാത്ര ആകെ 6 ആൾക്കേ അറിയുള്ളൂ. വേറൊരൊറ്റ സഹാബിക്ക് അറിയില്ല. ഒരു സഹാബിയോട് പോലും റസൂൽ ഇത് പറഞ്ഞിട്ടില്ല. നബിക്ക് അന്ന് ഭാര്യമാരുമില്ല. വിവാഹം ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചിരിക്കുന്ന ഭാര്യമാരാരുമില്ല. ഒരാളോടും, അടുത്ത സുഹൃത്ത് വിശ്വസ്തനായ സഹാബിയോട് പോലും പറഞ്ഞിട്ടില്ല. അതായത് വളരെ ഒരു കോൺഫിഡൻഷ്യാലിറ്റിയുള്ള ഒരു ഘടനയിൽ വളരെ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചു. അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിൽ ചെന്നു. മൂപ്പര് നേരത്തെ 2 ഒട്ടകം തയ്യാറാക്കി വെച്ചിരുന്നു. ആ ഒട്ടകപ്പുറത്ത് 2 പേരും നേരെ കയറി രാത്രി തന്നെ എവിടേക്കാണോ മദീനയിലേക്ക്, അതായത് മദീനയുടെ ഭാഗം ഏതാണോ അതിൻ്റെ നേരെ വിപരീത ദിശയിലേക്ക് യാത്ര തിരിച്ചു. കാരണം നബി പോകാൻ സാധ്യത മദീനക്കാരെന്ന മുശ്രിക്കുകൾക്കറിയാം. നബിയുടെ രാവിലെ കണ്ടിട്ട് മദീനയുടെ വഴിക്ക് തിരിയും. പക്ഷേ മദീന പോകേണ്ട വഴിക്ക് പകരം നേരെ എതിർഭാഗത്തേക്ക് യാത്ര തിരിച്ച് വളരെ ഉയരത്തിലുള്ള ഒരു മലയുടെ ഗുഹയിൽ, അതാണ് സൗർ ഗുഹ, വളരെ ഉയരണ്ടായി. 54 വയസ്സുള്ള റസൂലുള്ളാഹിക്ക് അത് കയറാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും തോന്നുമ്പോൾ ഉയരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഉള്ളത്. എന്നിട്ട് അവിടെ റസൂൽ പോയി ഇരുന്നു. ഇനി അസ്മ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹുവിൻ്റെ ജ്യേഷ്ഠത്തിക്കാണ് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാനുള്ള ചാർജ്. അങ്ങനെയാണ് അവർക്ക് ഒരിക്കൽ ഭക്ഷണം പൊതിയാൻ കയറില്ലാതെ വന്നപ്പോൾ തൻ്റെ അരപ്പട്ടയില കയറി 2ആക്കി മുറിച്ചിട്ട് കെട്ടിയതുകൊണ്ടാണ് ദാത്തുന്നിത്താക്ക എന്നുള്ള പേര് വന്നത്, ഇരട്ടപ്പട്ടക്കാരി എന്നുള്ള പേര് വന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബ്നു അബൂബക്കറിൻ്റെ പരിപാടി എന്താ പറഞ്ഞാൽ മറ്റേ എന്താ പറയുക CID വർക്കാണ്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ മക്കത്ത് നടക്കുന്നുണ്ട്, നബി ഇങ്ങനെ കാണാതായ എന്തൊക്കെ മക്കയിൽ നടക്കുക, ഇതിൻ്റെ എല്ലാ വിവരങ്ങളും നബിക്ക് കൈമാറുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചുമതല. അപ്പോൾ ഇവിടെ 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പാഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് പാഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ പ്രശ്നമായിട്ടുണ്ട്. ഇതൊക്കെ കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൻ പതുക്കെ ഇങ്ങനെ മല കയറിയിട്ട് അവിടെ കൊടുന്ന് വിവരം കൊടുക്കും. ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ട് 2-3 ദിവസം അവിടെ കഴിച്ചുകൊണ്ടുള്ള അസ്മ റളിയല്ലാഹുവിൻ്റെ പോകും. ഇവർ 2ആളുടെയും കാൽപ്പാട് കണ്ടാൽ മക്കാരിൽ ചിലവർക്ക് ഇന്ന കാൽപ്പാട് കണ്ടാൽ അത് 6 കാലാന്ന് വരെ കണ്ടെത്താൻ കഴിവുള്ള ആൾക്കാരുണ്ടായി. കാരണം അവർക്ക് അന്നത്തെ ഇതൊക്കെ അതാണ്. അപ്പോൾ അത്രയും കഴിവ് അവർക്കുണ്ട്. ഈ കാൽപ്പാടുകൾ മായ്ക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ആട്ടിടയനായ അടിമ ആമിർ ബിൻ ഫുഹൈറയെ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആമിർ ബിൻ ഫുഹൈറ ആടിനേറ്റ് പോകുമ്പോൾ അവരെ കാൽപ്പാടും മായും. അവിടെ എത്തുമ്പോൾ പാലും കൊടുക്കും. വളരെ ക്ലിയറാണ്. ഒരാളേന്നും ലീക്കാവില്ല, വേറെ ആർക്കും ഇത് അറിയില്ല, ഞാൻ കൂടുതൽ ഇതിൽ നേർക്ക് നേരെ ഇടപെടാത്ത ഒരാൾ എന്ന് പറയുന്നത്
ആയിഷ റളിയല്ലാഹു അൻഹ ചെറിയ കുട്ടിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ അത് സൂക്ഷിക്കുക. നബി ആദ്യം തന്നെ ഫാത്തിമ അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിൽ എന്നിട്ട് ചോദിച്ചപ്പോൾ വേറെ എല്ലാവരുണ്ടോ രഹസ്യം സൂക്ഷിക്കാൻ പറ്റുന്നവരല്ലേ എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ എൻ്റെ 2 പെൺമക്കളാണ്, അവർ റസൂലെല്ലാം സൂക്ഷിക്കുന്നവരാണ്. തന്നെ അവർ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അബൂ കുഹാഫ അബൂബക്കർ സിദ്ദീഖിൻ്റെ വാപ്പ കണ്ണും കാണൂല മൂപ്പർക്ക് തപ്പിത്തടഞ്ഞ് അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പം മോനെ എൻ്റെ മോന് പോയി എന്നൊക്കെ പറഞ്ഞില്ല പെൺകുട്ടികളെന്ന് ചോദിച്ചപ്പോൾ പോയി. ഓൻ കാശൊക്കെ ഇവിടെ തന്നിക്കണം നിങ്ങൾക്ക്, വല്ല പൈസ ഒക്കെ തന്നിട്ടാണ് അവൻ പോയിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഇത് വലിയപ്പോൾ വരുമെന്ന് കുട്ടികൾക്ക് അറിയണോണ്ടായിരിക്കും കുട്ടികൾ നേരത്തെ തന്നെ ഒരു പാത്രത്തിൽ കല്ലിട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കല്ലിട്ടിട്ട് പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ പാത്രം ഇങ്ങനെ കിറുക്കിയിട്ട് പറഞ്ഞു ഇതിലൊക്കെ പൈസയാണ് വലിയപ്പാന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് പാവം കണ്ണാണല്ലോ, ഒരു പൈസ പോലും എടുത്തേക്കാതെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിരിക്കുന്നത്. ഉള്ള പൈസ മുഴുവൻ റസൂലിനെ സംരക്ഷിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. എന്തായാലും 3 ദിവസം അവിടെ കഴിച്ചു കൂട്ടി. അതോടുകൂടി എല്ലാം ശാന്തമായി. അങ്ങനെ തെരഞ്ഞ് കുഴഞ്ഞ് അവസാനം ശാന്തമായപ്പോൾ ഒരു എക്സ്പെർട്ടായ ഒരാളെ ഉപയോഗിച്ചിട്ടെന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിബ്നു ഉറൈഖിദ് എന്ന് പറയുന്ന ഒരു അമുസ്ലിം, അദ്ദേഹത്തിന് മദീനയിലേക്ക് സാധാരണ പോകാത്ത ചെങ്കടലിൻ്റെ ഭാഗത്തു കൂടെയുള്ള മദീനയിലേക്കുള്ളൊരു വഴി അറിയാം. ആ വഴിക്കാണ് റസൂലുള്ളാഹിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടിക്കൊണ്ട് പോയത്. ചെങ്കടലിൻ്റെ തീരത്ത് കൂടെ വളഞ്ഞു പോകും. അപ്പോൾ ഇവർക്ക് ഈ വഴിയിലൊന്നും പിടിക്കാൻ പറ്റില്ല. എന്നിട്ടും ആരോ പറഞ്ഞു ഇങ്ങനെ 2 ആൾക്കാർ പോണ് കണ്ടിട്ടുണ്ട് എന്ന് നേരെ ചെന്നിട്ട് സുറാക്കയോട് പറഞ്ഞു. അല്ല അവിടെ നാട്ടിൽ പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും എതിർത്തു. എന്തിന് മദീനക്ക് പോണ ആൾ ചെങ്കടലിൻ്റെ ഭാഗത്തേക്ക്, അത് വേറെ ആരെങ്കിലും ആയിരിക്കും വെച്ചിട്ട് അവർ തള്ളിക്കളഞ്ഞു. ഗുഹയിലിരിക്കുന്ന വേളയിലുള്ള സംഭവം എല്ലാവർക്കും അറിയാം, ഞാൻ ആവർത്തിക്കല്ല. ഗുഹയിലുണ്ടായിരുന്ന സംഭവം നബിയെ തെരഞ്ഞ് അതുവരെ എത്തി, ഇങ്ങോട്ട് എത്തിയാൽ പിടിക്കാന്നുള്ളിടത്ത് എത്തി. പക്ഷേ 8 കാലി വല നെയ്തത് കണ്ടപ്പോൾ ഇവിടെ ആളില്ല എന്ന് കരുതി അവർ പിന്തിരിയാണ്. അബൂബക്കർ സിദ്ദീഖിന് ബേജാറായി. റസൂലിനെ പിടിക്കുമോ എന്നുള്ള ബേജാറ് വന്നപ്പോൾ റസൂൽ പറയുന്നുണ്ട്, അബൂബക്കറെ എന്തിനു പേടിക്കണം, വല്ലാഹു സാലിസുഹുമ, നമ്മൾ 2 ആളില്ലല്ലോ, അല്ലല്ല നമ്മളെ 3ാമതൊരായി. പരിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം പറയുന്നുണ്ട്. ഇത് അഖ്റജഹുല്ലദീന കഫറു സാനിയസിന ഇദ്ഹുമാ ഫിൽ ഖാർ ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അതായത് അബൂബക്കറെ പേടിക്കേണ്ട, അല്ലാഹ് നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് ചെങ്കടൽ മുറിച്ച് കടക്കാൻ നേരത്ത് മൂസാ നബി അലൈഹി സ്വലാമിനെ സംഘത്തെയും പിടികൂടാൻ ഫിറൗൻ വരുമ്പോൾ ബനൂ ഇസ്രായേൽ പറയുന്നുണ്ട് ഇന്നാൽ നമ്മൾ പിടിക്കപ്പെട്ട തന്നെയാണ്. കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഇല്ല അല്ലാഹ് നമ്മളെ കൂടെ ഉണ്ട്. അതാണ് ഈ തവക്കുൽ ഇതിൽ ശരിക്കും കാണാം. എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് അള്ളാഹ് വിജയിച്ചോളൂ എന്നുള്ള നല്ല ഉറപ്പ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നേരത്തെ പറഞ്ഞ പോലെ ഈ സുറാക്ക നബിനെ പിടിക്കാൻ വേണ്ടി വന്നു. എന്നാലും സുറാക്കക്ക് തോന്നി ചിലപ്പോൾ അങ്ങനെ പോയെങ്കിലോ. നേരെ സുറാക്ക ചെല്ലുമ്പോൾ അബൂബക്കർ സിദ്ദീഖും റസൂലും കൂടിയിട്ട് പോണത് കണ്ടു. ഇനി കുതിരയാണ്ട് പായിക്കുക, തനി മല്ലനായ പരിക്ക മനുഷ്യനാണ് ഈ സുറാക്ക. അദ്ദേഹം വെട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുതിര മണ്ണിൽ പൂണ്ടാണ്, ഒരാവശ്യമില്ലാണ്ട് പൂണ്ടുവാണ്. കുതിര എന്ത് ചെയ്തിട്ട് പോണില്ല. പക്ഷേ സുറാക്കക്ക് മനസ്സിലായി ഇത് സംഭവം, ഇത് സാധാരണ മനുഷ്യനല്ല, അതുകൊണ്ടാണ് എൻ്റെ കുതിര പോകാത്തത്. അതുകൊണ്ട് സുറാക്ക വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളൊന്നും ചെയ്യണില്ല, എനിക്ക് മനസ്സിലായിക്കണം. പക്ഷേ നാട്ടുകാരോട് പറയാലോ നിങ്ങളെല്ലാവരും തിരഞ്ഞു നടക്കണ മനുഷ്യനെ ഞാൻ കണ്ടിക്കണെന്ന്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒന്ന് എഴുതി തരുമോ? ഞാനും അബൂബക്കറും സുറാക്ക മുഹമ്മദ് നബി അബൂബക്കർ സിദ്ദീഖിനെ കണ്ടിട്ടുണ്ട് എന്നൊന്ന് എഴുതി തന്ന നാട്ടുകാരെ മുമ്പിൽ കണ്ടെന്നെങ്കിലും പറയാലോ എനിക്ക്. നബിക്ക് ചിരി വന്നു. നബി അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു ഒന്ന് എഴുതി കൊടുത്താളേന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് എഴുതി കൊടുത്തു, ഞങ്ങളാ സുറാക്ക കണ്ടിട്ടുണ്ടെന്ന് എഴുതി കൊടുത്തു. ഇത് വാങ്ങി പുറകോട്ട് നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സുറാക്കിനോട് ചോദിക്കുകയാണ്, സുറാക്ക നിനക്ക് കിസ്ര രാജാക്കന്മാരുടെ തങ്കവള അണിയണ്ടേ? നോക്കിയേ, ഈ ഹിജ്റയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ റസൂലുള്ളാഹിയുടെ ഒരു പ്രതീക്ഷ നോക്കിയേ. അള്ളാഹിൻ്റെ ദീനാണിത് എന്ന് ബോധ്യമുള്ള റസൂലിനെ അറിയാം ഈ ദീന് വിജയിക്കും. എന്ത് സങ്കീർണ ഘട്ട, തൻ്റെ തലക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യുകയാണ്. വല്ലാത്ത സങ്കീർണ ഘട്ടമാണ്. ആ ഘട്ടത്തിൽ പോലും റസൂൽ സ്വപ്നം കാണുന്നത് 13 കൊല്ലം പണിയെടുത്തിട്ട് 150 ആളെ കിട്ടി മറ്റൊരു രാജ്യത്തേക്ക് പറിച്ചു നടന്ന റസൂലിൻ്റെ പ്രതീക്ഷ ഈ ദീനുൽ ഇസ്ലാം അങ്ങ് ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തിയായ കിസ്ര രാജാക്കന്മാരുടെ തങ്കവള അണിയുന്ന അവസ്ഥയിലേക്ക് ഉയരും എന്ന് ഞാൻ സാധാരണ പറയല്. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വൈറ്റ് ഹൗസിൽ കിടന്ന് ഉറങ്ങണ്ടേന്ന് ചോദിക്കണതിന് പോലുള്ള ഒരു ചോദ്യമാണ് ആ ചോദിക്കണത്. അമേരിക്കൻ വൈറ്റ് ഹൗസിൽ കിടന്ന് ഉറങ്ങണ്ടേന്ന് പലസ്തീനി കുട്ടിയോട് ചോദിക്കണ പോലെ അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. സുറാഖയ്ക്ക് ചിരി വന്നു.
സുറാഖ ഒന്നും മിണ്ടിയില്ല, പോയി. പക്ഷേ പിന്നീട് നമുക്ക് കാണാൻ കഴിയും ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തിയപ്പോൾ ഈ റോമയും പേർഷ്യയൊക്കെ ഇസ്ലാമിൻ്റെ അധീനതയിൽ വരികയാണ്. കിസ്റ രാജാക്കന്മാരുടെ തങ്കവളവും കിരീടവും കൊണ്ടുവരികയാണ്. ഉമർ റളിയല്ലാഹുവിന് ഇത് ഓർമ്മ വന്ന്, സുറാഖ പ്രതി മുസ്ലിം ആയിക്കണ്, സുറാഖനെ കൊണ്ടുവന്നു. സുറാഖനെ കൊണ്ട് വസ്ത്രം അണിയിച്ചു, കിരീടം ചൂടി, തങ്കവളം ഇട്ടു. ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞൊരു കുതിരയെ കൊണ്ടുവരാൻ പറഞ്ഞു. സുറാഖനെ കുതിരയുടെ മുകളിൽ കയറ്റി. എന്നിട്ട് സുറാഖിനോട് പറഞ്ഞു അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറയണം. മുൽജിൻ ഗോത്രത്തിലെ സുറാഖയെ കൊണ്ട് കിസ്റ രാജാക്കന്മാരുടെ തങ്കവള അണിയിച്ച അള്ളാഹുവെ നിനക്ക് സ്തുതി എന്ന് പറ. എന്നിട്ട് പാവത്തിൻ്റെ പുറത്ത് കയറി എന്നിട്ട് അൽഹംദുലില്ലാ, മുൽജിൻ ഗോത്രത്തിലെ സുറാഖനെ കൊണ്ട് കിസ്റ രാജാക്കന്മാരുടെ തങ്കവള അണിയിച്ച അള്ളാഹ്ക്ക് സ്തുതി എന്ന് പറഞ്ഞ് മദീനയുടെ ചുറ്റും കുതിരയെ കൊണ്ട് നടത്തിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് തമാശ പറയാണ്. പാവ അവിടെ ഇറങ്ങി വന്ന് അദ്ദേഹം അത്രയും പച്ച പാവാണ് ഈ സുറാഖ. മൂപ്പര് വിചാരിച്ചാൽ അത് മൂപ്പർക്കുള്ളതാണ്. ഏത് ഈ തങ്കവള ഇതൊക്കെ മൂപ്പർക്കുള്ളതാണ്. മൂപ്പര് പാവം വിചാരിച്ചു. അപ്പോൾ മൂപ്പരെ കൊടുക്കാതെ ഇങ്ങനെ വന്നപ്പോൾ നല്ല ആളെ മുമ്പിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു മുഴുവൻ അഴിച്ചണ്ട് വെക്ക്, മുഴുവൻ അഴിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് ഇത് വരികയാണ്. പിന്നീട് അങ്ങനെ മദീനയിലേക്ക് റസൂൽ എത്തിച്ചേരുകയാണ്. വിരോധിതമായ സ്വീകരണമാണ് റസൂലുള്ളാഹിക്ക് അവർ കൊടുത്തത്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അഭയം തേടി വന്നൊരാളെ ഈത്തപ്പനയുടെ മുകളിൽ കയറിയിരുന്നു മട്ടുപ്പാവിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകളും കുട്ടികളും കാത്തിരുന്ന് പാടി റസൂലുള്ളാഹിനെ സ്വീകരിച്ച, ചരിത്രത്തിലെ തുല്യതയില്ലാത്ത അഭയാർത്ഥികളെ സ്വീകരിച്ച ചരിത്രമായിരുന്നു ഈ യസ്രിബിന് പറയാനുണ്ടായിരുന്നത്. തങ്ങളുടെ സ്വത്ത് മുഴുവൻ പാതി വീതം വെച്ച് കൊടുത്തവർ, കച്ചവടം വീതം വെച്ച് കൊടുത്തവർ, കൂടുതൽ ഭാര്യമാരുള്ളവർ ഭാര്യമാരെ തലാക്ക് ചെയ്ത് വിവാഹം ചെയ്ത് കൊടുക്കാൻ തയ്യാറായവർ, ചരിത്രത്തിലെ തുല്യതയില്ലാത്ത സാഹോദര്യത്തോടു കൂടി മദീനയിലേക്ക് റസൂൽ എത്തുകയാണ്. റസൂല് മാത്രമല്ല, സഹാബാക്കളുടെ ചരിത്രം ആലോചിച്ച് നോക്കിയേ. സുഹൈബ് റളിയല്ലാഹു അൻഹു റോമക്കാരനാണ് അദ്ദേഹം. സുഹൈബ് റളിയല്ലാഹു അൻഹു പോകാൻ നേരത്ത് മുശ്രിക്കുകൾ പറഞ്ഞു പറ്റൂല, നിൽക്കവിടെ. അദ്ദേഹം പറഞ്ഞു ഞാൻ പോകും, നീ പോകണേ, നീ സമ്പാദിച്ച മുഴുവൻ സ്വത്ത് ഇവിടെ തരണം. സുഹൈബ് റളിയല്ലാഹു അൻഹു ഒറ്റ ചോദ്യം, എൻ്റെ മുതൽ മുഴുവൻ തന്നാക്ക് പോകാലോ. എന്നാൽ ഞാൻ സമ്പാദിച്ച എൻ്റെ വലിയ സ്വത്ത് മുഴുവൻ ഇതാ പിടിച്ചോ. നേരെ പുറപ്പെട്ടു, വെറും കയ്യോടെ പുറപ്പെട്ടു. അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കുറേ കഴിഞ്ഞ് ഇവരൊക്കെ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് അസ്മാ റളിയല്ലാഹു അൻഹ വരുന്നത്. അപ്പോഴേക്ക് അവർ ഗർഭിണിയായി ഉണ്ടായിരുന്നു. ഗർഭിണിയാണെന്നല്ല, വളരെ ഗർഭാവസ്ഥ പൂർണ്ണമായ അവസ്ഥ, പൂർണ്ണ ഗർഭിണിയായിട്ടാണ്. അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പലയിടത്ത് വെച്ചു ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചതാ. മരിച്ചു എന്ന് വിചാരിച്ചിട്ട് മദീനയുടെ അതിർത്തിയിലാണ്ട് എത്തലും അവിടെ കിടന്ന് പ്രസവിച്ചു. അങ്ങനെയാണ് മുഹാജിറിൻ്റെ ആദ്യത്തെ പ്രസവം നടക്കുന്നത്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന് പറയുന്ന പ്രഗത്ഭനായ സഹാബി അസ്മാ റളിയല്ലാഹു അൻഹ പ്രസവിക്കുന്നത്. ആദ്യത്തെ മുഹാജിർ പ്രസവിച്ചത് അവരെയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ഭയങ്കര രസമാണ്. ഉമ്മു സലമയും ഭർത്താവും ചെറിയൊരു കുട്ടീനെയും കൂട്ടിയിട്ട് ഹിജ്റക്ക് പുറപ്പെട്ടതാണ്. കുറച്ചാണ്ട് പുറക്കാതാകുന്നപ്പോഴത്തേക്കും ഉമ്മു സലമനെയും കുട്ടീനെയും പിടിച്ചിട്ട് മൂപ്പരെ വീട്ടുകാർ പിടിച്ചുകൊണ്ടാൽ കൊണ്ടുപോയി. ഞങ്ങളെ പെൺകുട്ടീനെ എനിക്ക് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യനെയും കുട്ടീനെയും അവരാ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ മൂപ്പര് ഒറ്റക്കായി. മൂപ്പരിങ്ങനെ എന്നിട്ട് മൂപ്പര് പറഞ്ഞു എന്നാൽ ഞാൻ പോകുകയാണ്, എന്നെ വിടുമ്പോൾ വരട്ടെന്ന് പറഞ്ഞ് മൂപ്പര് പോയി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നെ എന്നും മദീനയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് കരച്ചിലും ഒരു രക്ഷയില്ല, അത്രയും മനസ്സ് മാറുന്നില്ല. അവസാനം ഇവർ ഉമ്മു സലമയെ വിടാൻ നേരത്തുണ്ട് അബൂ സലമയുടെ കുടുംബക്കാർ പറഞ്ഞിട്ട് ഈ കുട്ടി ഞങ്ങളെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അബൂ സലമയുടെ വീട്ടുകാർ അങ്ങോട്ട് കൊണ്ടുപോയി. അവസാനം ഉമ്മു സലമയെ വിട്ടുകൊടുത്തു. കുട്ടിനെ വിട്ടുകൊടുത്തിട്ടാണ് ഉമ്മു സലമ അവിടേക്ക് എത്തുന്നത്. ആ ഉമ്മു സലമ ഒറ്റക്കാണ് 500 കിലോമീറ്ററോളം വരുന്ന 500 കിലോമീറ്ററോളം വരുന്ന ദൂരം താണ്ടിയിട്ട് മദീനയിലേക്ക് എത്തുന്നത്. ഈ ത്യാഗം സഹിച്ച് ഈ മദീനയിലെത്തിയതോടുകൂടി ഇസ്ലാമിൻ്റെ ഘടന മാറി. ഇസ്ലാം രാഷ്ട്ര സംവിധാനത്തിലായി. അള്ളാഹിൻ്റെ റസൂല് നബി മാത്രമല്ല, ഇസ്ലാമിൻ്റെ ഭരണാധികാരിയായി. ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണ ജീവിത ചിത്രം മാറി. ലോകത്തിൻ്റെ മുമ്പിൽ ഒരു അജയ്യ ശക്തിയായി ഇസ്ലാം മാറി. അറിയപ്പെട്ട ലോകത്തേക്കൊക്കെ ഇസ്ലാം പ്രവഹിച്ചു. ചരിത്രത്തിൽ ഈ ഹിജ്റ എന്ന് പറയുന്നത് വലിയ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും തവക്കുലിൻ്റെയും പ്ലാനിങ്ങിൻ്റെയും ആസൂത്രണത്തിൻ്റെയും ഒക്കെ ഒരുപാട് പാഠങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന് നൽകുന്നതാണ്. ഞാൻ പറയുന്നു അതിലും വലിയൊരു ഹിജ്റയായിരുന്നു പിന്നീട് നടന്നത്. മക്കം ഫതഹിൻ്റെ ഘട്ടത്തിൽ സഹാബ കിറാമിനെ വിളിച്ച് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു ഫല്യുബല്ലിഗ് ഷാഹിദിൽ ഗായിബ, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുന്നു റസൂൽ പറഞ്ഞു. നമ്മൾ അത് നിസ്സാരമായിട്ടാണ് ആ ഹിജ്റയെക്കുറിച്ച് പറയാറ്. സത്യം പറഞ്ഞുണ്ടല്ലോ, സഹാബാക്കളിൽ ബഹുഭൂരിപക്ഷവും അറിയപ്പെട്ട ലോകത്തേക്കൊക്കെ പോയി. എവിടുന്നായി പോണത്? 1,00,000 വക്ത് നിസ്കരിച്ചാൽ കൂലിയുള്ള ഒരു വക്തിനൊക്കെ 1,00,000 വക്ത് കൂലിയുള്ള മക്കത്തുനിന്ന്
10,000 വക്തുള്ള മദീനത്തുനിന്ന്, റൗളുള്ള മദീനത്തുനിന്ന്, റസൂലുള്ളാഹിയുടെ ഖബറുള്ള മദീനത്തുനിന്ന്, റസൂൽ ജീവിച്ച മണ്ണുള്ള മദീനത്തുനിന്ന് അവർ പുറപ്പെട്ടു. എവിടേക്കൊക്കെ അറിയപ്പെട്ട ലോകത്തേക്കൊക്കെ പോയി. അങ്ങനെ നമ്മൾ കേരളത്തിൽ വന്നു. അറിയപ്പെട്ട ലോകത്ത് എന്തൊരു ഹിജ്റ പോക്കാണത്. പോയാൽ നാളെ മറ്റന്നാൾ വരാച്ചിട്ടല്ലല്ലോ ഈ പോണത് ഏത് ഘട്ടത്തിലാണ്? നമ്മളാ ഒരു ചങ്ങായില്ല നടന്നു പോയത് എന്തോ മഹാസംഭവമായിട്ടല്ലേ. 10,000 ആൾക്കാർ അകമ്പടിയിൽ നടന്ന് ഇവരൊക്കെ അതിനേക്കാൾ ദുരിതം പേറിയല്ലേ ഇങ്ങോട്ട് നടന്നു വന്നത്. എന്നിട്ട് ഇവിടെ വന്ന് ഇസ്ലാമിനെ പ്രബോധനം ചെയ്തു. ഇവിടെ അല്ല, ഇന്തോനേഷ്യയിൽ പല ഭാഗത്ത് കിഴക്കൻ മേഖലയിൽ അവിടങ്ങളിലൊക്കെ ഇസ്ലാമിനെത്തിച്ചു. അറിയപ്പെട്ട ലോകത്തേക്കൊക്കെ ഇസ്ലാം ദ്രുതഗതിയിൽ പോയി. ഇസ്ലാമിൻ്റെ ആധിപത്യവും ലോകത്ത് വന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലൊക്കെ എത്തുമ്പോഴേക്കുണ്ടല്ലോ, ഉമർ റളിയല്ലാഹുവിൻ്റെ അധീനതയിൽ വന്ന ഇസ്ലാമിക രാഷ്ട്രത്തിലെ മുസ്ലിം ജനസംഖ്യ 5% താഴെ. 95% മുസ്ലിങ്ങളല്ലാത്തവർ. അധികാരം ഇസ്ലാമിൻ്റെ കയ്യിൽ. 1% ഉള്ളപ്പോഴാണ് പലസ്തീനിലെ പാത്രിയാക്കീസ്, 1% മുസ്ലിങ്ങൾ പോലും ഇല്ലാത്ത കാലത്താണ് പലസ്തീനിലെ പാത്രിയാക്കീസ് അധികാരത്തിൻ്റെ ചെങ്കോൽ ഉമർ റളിയല്ലാഹുവിന് കൈമാറിയത്. കാരണം ഇസ്ലാം പിന്നീട് വിജയിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഹിജ്റയുടെ ഒരു റസൂലിൻ്റെ ഇത് മാത്രമല്ല. ഇപ്പോൾ മുഹറത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മദീനയിലെത്തിയപ്പോൾ അവിടുത്തെ യഹൂദന്മാർ നോമ്പ്, റസൂൽ ആദ്യമേ മക്കത്തിൽ നിന്ന് തന്നെ മുഹറത്തിൽ നോമ്പ് വെക്കാറുണ്ടായിരുന്നു. മക്കത്തിൽ നിന്ന് നോമ്പ് വെച്ചിരുന്നു മുഹറം മാസത്തിൽ. പിന്നീട് റമദാൻ നിർബന്ധമാക്കിയപ്പോൾ പിന്നെ അതിൻ്റെ വീര്യം കുറഞ്ഞു പോയി. പിന്നീട് മദീനത്തെത്തിയിട്ട് പിന്നീട് യഹൂദന്മാർ നോമ്പ് വെക്കണമെന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു ഇത് യഹൂദന്മാർ മുഹറം 10 മൂസാ നബിയെ ചെങ്കടലിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസത്തിൻ്റെ പ്രതീകമായിട്ട് നോമ്പ് നോക്കണതാണ്. അപ്പോഴാണ് റസൂൽ പറഞ്ഞ് യഹൂദന്മാരെക്കാളും മൂസാ നബിനായിട്ട് അടുത്ത് നമ്മളാണ് നോമ്പ് വെക്കേണ്ടത്. ഇനി യഹൂദന്മാരെ ഇനി വ്യത്യാസം വരാൻ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്തെല്ലാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 കൂടി നോക്കും. പക്ഷേ റസൂൽ ജീവിച്ചില്ല, നോക്കുമെന്ന് പറഞ്ഞാൽ 9 കൂടി നോമ്പ് നോക്കലാണ്. ഞാൻ ആ നോമ്പ് തന്നെ ഞാൻ പറയണെന്താ പറഞ്ഞാൽ നിങ്ങൾ അയ്യാമുൽ ബീദിൻ്റെ 3 നോമ്പ് വെക്കുമല്ലോ, മാസത്തിലെ 3 നോമ്പ് എന്നുള്ള ഒരാൾക്ക് 9, 10, 11 കൂടി നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണെന്നും ഫുഖാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശരി, ആ നോമ്പ് ഇത് കേവലം നോമ്പിലല്ല, ഇസ്ലാമിൻ്റെ ഒരു വിമോചന മുഖമാണിത്. ഇസ്ലാം പറയുന്നത് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ വിമോചനം ഇസ്ലാമിൻ്റെ വലിയ അജണ്ടയാണ്. ഇസ്ലാം ഒരു വലിയ ജീവിത സിദ്ധാന്തമാണ്. ഇസ്ലാമിനെ എങ്ങനെ മതം എന്ന് വിളിച്ചതെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ദൈവമുള്ളത് കൊണ്ട് അങ്ങനെ മതാക്കി വിളിച്ചതായിരിക്കും. ഇസ്ലാം ശരിക്കൊരു ജീവിത വ്യവസ്ഥയാണ്, ഒരു വിമോചന സിദ്ധാന്തമാണ്. അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചനമാണത് പറയും. മൂസാ നബി അലൈഹി സ്വലാമിനെ നിയോഗിക്കുന്നതിന് കാരണം തന്നെ ഖുർആൻ പറഞ്ഞ് വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദഇഫു ഫിൽ അർദ് വനജഅലഹും അഇമ്മത്തൻ വനജഅലഹുൽ വാരിസീൻ. ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തെ വിമോചിപ്പിക്കാനും അവരെ ലോകത്തിൻ്റെ ജേതാക്കളും വിധേതാക്കളും നായകന്മാരുമാക്കി മാറ്റാൻ അള്ളാഹ് ഉദ്ദേശിക്കുന്നു. അതിനാണ് മൂസാ നബിയെ നിയോഗിക്കുന്നത്. മൂസാ നബിയുടെ പ്രഥമ പണി എന്താണ്? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു യഖ്ശാ ഫൗതിയാ ഫഖൂലാ ഇന്നാ റസൂല റബ്ബിക് ഫർസിൽ മാനാ ബനി ഇസ്രായീൽ വലാ തുഅദ്ദിബുഹും. നിങ്ങൾ രണ്ടാളും ഫിർഔന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറയണം, ഇനി ബനി ഇസ്രായേലുകളെ അടിച്ചമർത്താൻ പറ്റൂല, ഞങ്ങളെ കൂടെ വിട്ടു തരണം. അഥവാ ജനങ്ങളെ അടിച്ചമർത്താൻ പറ്റൂല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ 7 ലക്ഷം ആളുകളെയാണ്, 70 ലക്ഷം പലസ്തീനികളെയാണ് അഭയാർത്ഥികളാക്കിയത് ഇസ്രായേൽ. 70 ലക്ഷം. 7 ലക്ഷത്തോളം പലസ്തീനികൾ തീർത്തും അഭയാർത്ഥികളായിപ്പോയി. 70 ലക്ഷത്തിന് തങ്ങളുടെ നാട് വിട്ടു. ഇത് അവരും ഹിജ്റയെ പോലെ ത്യാഗം അനുഭവിക്കേണ്ടി വന്നവരാണ്. പക്ഷേ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു, ഹിജ്റകളൊന്നും പാഴാവില്ല. കടൽ താണ്ടി ഭീകരമായ അവസ്ഥയിൽ എത്തിപ്പെട്ട പലരും പിന്നീട് ആ പ്രദേശങ്ങളിൽ വിജയം കൈവരിക്കും. ഇന്നും പലസ്തീനിലെ ഒരു കുട്ടി പോലും ആത്മഹത്യ ചെയ്തിട്ടില്ല. പക്ഷെ ആത്മഹത്യ ചെയ്യുന്നത് അവരെ മുഴുവൻ കൊന്നൊടുക്കിയ ഇസ്രായേലികളാണ്. ജീവിതത്തിന് സ്വസ്ഥത കിട്ടാതെ, ഇപ്പോഴും സ്വസ്ഥത കിട്ടാത്ത ലോകത്തിലെ ഏറ്റവും ഭീകരനായി നാശം പിടിച്ച ഒരു രാജ്യമായിട്ട് എല്ലാവരും മുദ്ര കുത്തുന്നത് അവരെയാണ്. പക്ഷേ ഇന്നും ഇന്ത്യയിലത്തെ അവസ്ഥകൾ ആലോചിച്ച് നോക്കിയാൽ ഹിജ്റയുടെ അറ്റത്തേക്ക് എത്തിക്കുകയാണ്. ആസാമികൾ ഹിജ്റയുടെ വക്കത്തല്ല ആയിക്കഴിഞ്ഞു. ബംഗാളികൾ ഹിജ്റ ചെയ്യേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഈ ഹിജ്റ നമുക്കും പരീക്ഷണമായി വന്നേക്കാം. ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ചരിത്ര പുസ്തകത്തിൽ നിന്നാണ് മുസ്ലിങ്ങളെ മാറ്റിയത്. മുഗളന്മാരില്ല. 800 വർഷം ഇന്ത്യ ഭരിച്ച ഭരണകൂടത്തെ ഒരു ലജ്ജയും കൂടാതെ പാഠപുസ്തകത്തിൽ നിന്ന് അപ്പാടെ മാറ്റാൻ തൻ്റെ ഇടം കാണിച്ചവർക്ക് ഈ രാജ്യത്തു നിന്ന് ആരെയും മാറ്റാൻ തൻ്റെ ഇടം കാണിക്കും. 800 വർഷം കൊള്ള നടത്തിയവരെന്ന് പറഞ്ഞത് കണ്ട ചേര ചോള എല്ലാറ്റിനെയും കാണാതെ പഠിക്കാൻ വിധിക്കപ്പെട്ട ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക്
ഈ മുഗൾ ചക്രവർത്തിമാരെക്കുറിച്ച് പഠിക്കാൻ പാടില്ല, പഠിക്കരുത് എന്ന പാഠപുസ്തകത്തിലെ പുതിയ അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹിജ്റകൾ പുതുതായി ഉണ്ടായിട്ടിരിക്കും. എല്ലാത്തിലുപരി ഹിജ്റയെക്കുറിച്ച് മഹാന്മാരൊക്കെ പറയുന്നൊരു വർത്താനം എന്താ പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ തിന്മകളിൽ നിന്നുള്ളൊരു ഹിജ്റയെങ്കിലും നമുക്ക് നടത്താൻ പറ്റണം. നമ്മളെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഭൗതികതയിൽ നിന്നുള്ള ഹിജ്റയെങ്കിലും നമുക്ക് നടത്താൻ പറ്റണം. ഓരോ സഹാബികളും സഹാബി വനിതകളൊക്കെ അനുഭവിച്ച ത്യാഗങ്ങൾക്ക് കയ്യും കണക്കില്ല. അവരൊക്കെയാണ് അള്ളാൻ്റെ അവർ പോണ സ്വർഗത്തിൽ അതേ പോസ്റ്റിൽ നമ്മൾ പോയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അമിത വിശ്വാസമാണ്. ആ സഹാബാക്കളും ആ ത്യാഗം സഹിച്ചവരും ലോകത്ത് ഇന്നും ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കുന്നവരുമായ മുസ്ലിം സമൂഹം അവരൊക്കെ പോണ സ്വർഗം തന്നെയാണ്. സുഖശീതളച്ചായയിൽ ഇങ്ങനെ ആറാടി മേലൊന്നും തട്ടാത്തൊരു ഇസ്ലാമുമായിട്ട് ജീവിക്കുന്ന നമുക്കും അതേ സ്വർഗമാണെന്ന് പറയുന്നത് മൗഢ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും അങ്ങനെ ഒരു അനീതി അള്ളാഹ് കാണിക്കൂല. അവർക്കാണ് അള്ളാഹു താല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ സ്വർഗം ഒരുക്കി വെക്കണമെങ്കിൽ ജീവിതത്തിൽ എന്നും ഈ ഹിജ്റ ചെയ്യാനും ത്യാഗം ചെയ്യാനും ഇസ്ലാമിന് വേണ്ടി ജീവിതം സമർപ്പിക്കാനും ഇസ്ലാമിന് വേണ്ടി നാടുകളിൽ കയറിയിറങ്ങാനും പ്രദേശങ്ങളിൽ കൊണ്ടുപോയി എത്തിക്കാനും ത്യാഗം ചെയ്യുന്നവർക്ക് അള്ളാഹു താല ഇസ്ലാമിനെ എത്തിച്ചുകൊണ്ടിരിക്കും. അവർക്ക് അള്ളാഹു വിജയം നൽകിക്കൊണ്ടിരിക്കും. നമുക്കിപ്പോൾ നമ്മുടെ ടാവട്ടത്തിൽ കഴിയേണ്ടവരല്ല നമ്മൾ. അന്നത്തെ സഹാബാക്കൾ ആ സാഹചര്യത്തിൽ കേരളത്തിലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലൊക്കെ പോയെങ്കിൽ, എത്രയോ ദൂരങ്ങൾ താണ്ടിപ്പോയെങ്കിൽ നമ്മൾ നമ്മുടെ ദീനിനെ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കാനും ഇസ്ലാമിനെ എത്തിക്കാനുള്ളൊരു ത്യാഗം നമ്മൾ സഹിക്കണ്ടേ? ഞാനും നിങ്ങളൊന്ന് ആത്മാർത്ഥമായി പരിശോധിച്ച് നോക്കി, നമ്മളിപ്പോൾ എന്താ ചെയ്യണത്? അതേസമയം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാലോ കാത്തിരിക്കുകയാണ് ആൾക്കാർ. ഇസ്ലാമിന് വേണ്ടി കാത്തിരിക്കുന്നവരാ, ഇസ്ലാമിന് വേണ്ടി നന്മകൾ ചെയ്യാൻ കാത്തിരിക്കുന്നവരാ. മിനിമം നമ്മുടെ സമുദായത്തിൽ നിന്നെങ്കിലും, സമുദായത്തിലിപ്പോൾ ഈ തൂഫാൻ പരിപാടി വന്നില്ലേ, തൂഫാൻ പ്രളയം ഏറെ നടക്കുന്ന മുസ്ലിങ്ങൾ, എത്ര മുസ്ലിം ചെക്കന്മാരും പെൺകുട്ടികളുമാണ് ഇതിൽ പെട്ടുകൊണ്ടിരിക്കുന്നത്. ആര് ഈ സമുദായത്തിൽ സംസ്കരണ പ്രവർത്തനം നടത്തുന്നത്? ഞാനിപ്പോൾ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ തൂഫാൻ പ്രളയത്തിൻ്റെ കാര്യങ്ങളും മറ്റൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ആലിമീങ്ങളായ പണ്ഡിതന്മാർക്ക് ചർച്ച വേറെ ലോകത്താണ്, വേറെ പലരെ ഈ തൂഫാനുമ്മ തന്നെ കിടന്നുകൊണ്ടുള്ള ഒരു ബന്ധവുമില്ലാത്ത ഏതോ ലോകത്തെ ഗ്രൂപ്പിസം ചർച്ചകളാണ് നമ്മളെ മീഡിയകളിൽ നടക്കുന്നത്. ഈ സമുദായം മദ്യപാനികൾ, വ്യഭിചാരികൾ, വൃത്തികെട്ടവർ, തെമ്മാടികൾ, ഈ സമുദായം ദീനില്ലാത്തവർ, നിസ്കരിക്കാത്തവർ, ദീനിനെ കൈയൊഴിക്കുന്നവരായി മാറുമ്പോൾ ഇവരെ സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? നമ്മുടെ കൂട്ടത്തിൽ ഇസ്ലാമിക നായകന്മാർ പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഓരോ ഹിജ്റയിലും നമ്മുടെ മനസ്സിൽ പുതിയ പുതിയ വെളിച്ചം രൂപപ്പെട്ടു വരേണ്ടത്. നമ്മൾ പുതിയ പുതിയ സംരംഭങ്ങൾ, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, ഖുർആൻ പഠന സംവിധാനങ്ങൾ, ദീനീ സംവിധാനങ്ങൾ, ഇസ്ലാമിക പ്രബോധന സംവിധാനങ്ങൾ ഓരോന്നുണ്ടാക്കുമ്പോൾ അൽഹംദുലില്ലാഹ് വമ്പിച്ച സ്വീകാര്യത ലോകത്ത് നമുക്കിന്ന് കിട്ടിക്കൊണ്ടിരിക്കും, നമുക്ക് ലഭിക്കും. പക്ഷെ നമ്മൾ പണിയെടുക്കണം. ഞാനെൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞു. ഈ ഖുർആൻ ആയാത്ത് ദർസിൻ്റെ ഒക്കെ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ ഇസ്ലാമെന്ന് കേൾക്കാത്ത മുസ്ലിമീങ്ങൾ, ഖുർആൻ കേൾക്കാത്ത മുസ്ലിമീങ്ങൾ, ഖുർആൻ കേൾക്കാത്ത മുസ്ലിങ്ങൾ, പൊതു മുസ്ലിം സമൂഹത്തിൽ ഒരു ബന്ധവുമില്ലാത്ത മുസ്ലിങ്ങൾ എവിടെ? അമേരിക്കയിലൊന്നുമില്ല, കേരളത്തിൽ തങ്ങളുടെ കൂടെ ഒന്നും അറിയാത്ത ആളുകൾ. ഇപ്പം നമ്മളൊക്കെ ചിലപ്പോൾ പറയില്ല, ചില പെൺകുട്ടികളൊക്കെ ടി വിയിൽ വന്നിട്ട് ഹിന്ദുവായി മറ്റേതായി അവിടെ ഇവർക്കൊന്നും അറിയില്ല. എന്നാണിപ്പോൾ ഒരു പൊട്ടൊക്കെ തൊട്ട് ഒക്കെ ആയിട്ടുള്ള ഒരു വൃത്തിയായിട്ടൊരു സിനിമ നടി പറയും ഞാൻ മുസ്ലിമാണ്, എനിക്കെന്താ ഞാൻ മുസ്ലിമാണ്, ഇവിടെ ആവർത്തിച്ച് പറയുകയാണ് ഞാൻ മുസ്ലിമാണ്. അപ്പോൾ അവൾ വിചാരം ഇത് അത്ര ഇസ്ലാം അറിയുള്ളൂ. നമ്മൾ ഈ മലപ്പുറം ജില്ലയുടെ പെരുമ്പിലാവിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും മലപ്പുറം ജില്ലയുടെ കുറേ ഭാഗം നോക്കിയിട്ട് ഇതാണ് ഇസ്ലാം എന്നുള്ള പൊട്ടധാരണയിലൊന്നും നമ്മൾ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഈ ആയാത്തിൻ്റെ ഒരു സംഭവം എന്താ പറഞ്ഞാൽ, ഈ ഓൺലൈനിലൂടെ നമ്മളറിയാത്ത റിമോട്ട് ഏരിയയിലേക്കൊക്കെ തടി ചെന്നപ്പോഴാണ് പലരും അത്ഭുതകരമായ അതിലൊക്കെ വരുന്ന ചോദ്യങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോയി. ആചാര്യ ആൾക്കാരാണ് പഠിക്കുന്നത്, അവരാണിത് കേൾക്കുന്നത്, അവരാണിത്. ഇപ്പം ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഉസ്താദെ അപ്പോൾ അള്ളല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചൂടെ? അള്ളല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാലല്ലേ ഉത്തരം കിട്ടുള്ളൂ, അതല്ലേ വേണ്ടത്? ഇതൊക്കെ വിശ്വസിക്കുന്ന മുസ്ലിം സമൂഹമാണ് നമ്മളെ കൂട്ടത്തിൽ. അത്തരം ആളുകൾക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാൻ ജാഗരൂകരായി പണിയെടുക്കുക. നമ്മൾ കുറേ നിസ്കരിച്ച് സുന്നത്ത് ഒരുപാട് നിസ്കരിക്കേണ്ടതെന്നല്ല, കിട്ടണ കൂലിനേക്കാളൊക്കെ ഭയങ്കര കൂലി അതിനൊക്കെ കിട്ടും. നമ്മളെ വിചാരം ഇത് ഇസ്ലാമിനെ നമ്മൾ മതമായി കണ്ടുകൊണ്ട് നമ്മൾ കിട്ടുന്ന നിസ്കരിച്ച് ഇത് കിട്ടുമെന്ന്, അതൊക്കെ മിനിമം മാർക്കാണ്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മിനിമം മാർക്കിൽ തോറ്റുപോകും, അത് വേറെ കാര്യം. പക്ഷെ അത് മിനിമം മാർക്കാണ്. 50 മാർക്കുമ്പോൾ മാത്രം പഠിക്കാൻ ലക്ഷ്യം വെച്ച കുട്ടി ജയിക്കൂല. പകരം ആ മിനിമം മാർക്ക് ഉറപ്പ് വരുത്തിയിട്ട് കൂടുതൽ പണിയെടുത്ത് കൂടുതൽ സമർപ്പിച്ചെങ്കിലേ
നമുക്ക് പരലോകത്ത് വിജയം നേടിയെടുക്കാൻ പറ്റും. നമ്മളൊക്കെ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തു പോണവരല്ലേ. പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിലും അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു തരണമെങ്കിലും അള്ളാഹിൻ്റെ ദീനിനെ മുറുകെ പിടിക്കാനും ദീനിനെ പ്രബോധനം ചെയ്യാനും ദീനിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കാനും നമുക്ക് കഴിയണം. ശരിക്കും ഇസ്ലാം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വിമോചനത്തിൻ്റെ സന്ദേശമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ലോകത്ത് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്കൊക്കെയും വിമോചനത്തിൻ്റെ സന്ദേശം. ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഒമാലക്കുല്ല തുഖാത്തിലൂന ഫീ സബീലില്ലാ വൽ മുസ്തളഫീന മിനൽ റിജാലി വൻ നിസാഇ വൽ വിൽദാനി അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ വജ്അൽ ലനാ മിൻ ലദുങ്ക വലിയ്യൻ വജ്അൽ ലനാ മിൻ ലദുങ്ക നസീറ. ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും ആളുകൾക്കും വേണ്ടി എന്തേ നിങ്ങൾ ശബ്ദിക്കാത്തത്? നിങ്ങൾ എന്തേ സമരം ചെയ്യാത്തത്? എന്തേ നിങ്ങൾ യുദ്ധം ചെയ്യാത്തതെന്നാണ് ഖുർആൻ ചോദിക്കണേ. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ദളിതനാണ്, അടിച്ചമർത്തപ്പെട്ടവരാണ്, ന്യൂനപക്ഷങ്ങളാണ്. ഇപ്പോഴും നമ്മൾ നല്ല കുപ്പായൊക്കെ ഇട്ട് നല്ല ഹല്ലിലേക്ക് പോകുമ്പോൾ ബംഗാളിലെ മുസ്ലിങ്ങളെ അവസ്ഥ എന്താ, ആസാമിലെ മുസ്ലിങ്ങളെ അവസ്ഥ എന്താ, ഉത്തരാഖണ്ഡിലെ മുസ്ലിങ്ങളെ അവസ്ഥ എന്താ, യു പിയിലെ മുസ്ലിങ്ങളെ അവസ്ഥ എന്താ, പ്രതാപശാലികളായ മുസ്ലിങ്ങളെ യു പിയിലെ അവസ്ഥ എന്താ? ഈ പീഡിതരായ മനുഷ്യരോടൊന്നും നമുക്കൊരു കടപ്പാടും വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ ഹരിയാനയിലെ ഏറ്റവും പ്രഗത്ഭമായൊരു ജില്ലയായിരുന്ന ആ ജില്ല അന്ന് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന ജില്ല, സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിങ്ങളെ പീഡിപ്പിച്ച് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര ജില്ലയാക്കി മാറ്റിയെടുത്തിരിക്കുന്നു. ഇതൊക്കെ കാരണം അത്രയും ഇസ്ലാം വിരുദ്ധമായ സന്ദേശം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 4 പിള്ളേരെ പിടിച്ച് പോലീസ് പൊതിരെ തല്ലാണ്, കാലിൻ്റെ അടിയിൽ പുറത്തിട്ടിട്ട് റോട്ടിൽ കെട്ടിട്ടിട്ട് അടിയാണ്. ഈ അടിച്ചിട്ട് ആ വീഡിയോൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് 3 മുസ്ലിം ചെറുപ്പക്കാർ ഒരു ഹോട്ടലിൽ എന്തോ പീഡനം നടത്തി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ഈ 3 മുസ്ലിം ചെറുപ്പക്കാരെ അടിക്കുന്ന രംഗാണ്. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ്, അടിച്ചാൽ പോരാ, കൊല്ലണം, ഇവരെ തുണിയുടുപ്പിക്കാതെ നഗ്നനാക്കി അടിക്കണം, ഈ സംഘം ഈ രാജ്യത്ത് നിന്ന് പോയെങ്കിലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആയിരക്കണക്കിന് കമൻറ്റുകൾ. പക്ഷേ ഒരു ദിവസം കഴിച്ച് പിറ്റത്തെ ദിവസം പറഞ്ഞപ്പോൾ എന്താ വന്നത്, ഈ 3 മുസ്ലിങ്ങളല്ല, വേറെ ആൾക്കാരാണ്. പീഡിപ്പിച്ചതിൻ്റെ പേരിലല്ല, വേറെന്തോ ഹോട്ടലിൽ അക്രമം കാണിച്ചതിന് പോലീസ് പിടിച്ച് അടിച്ചതാണ്. പക്ഷെ ആ ചിത്രം പോലും ഉപയോഗിച്ചിട്ട് ഇസ്ലാമോഫോബിയ വരുത്തുക, അത് മുസ്ലിങ്ങളെയല്ല, എന്നിട്ട് ഇസ്ലാമോഫോബിയ വരുത്തുക. നിങ്ങൾ കഴിഞ്ഞ ഹിജറ വർഷത്തിൻ്റെ പോലെയല്ല ഈ ഹിജറ വർഷം ആഘോഷിക്കുന്നത്. ഹിജറയുടെ 1400 ഹിജറ നൂറ്റാണ്ട് ആഘോഷിച്ച കാലത്ത് ഇന്ത്യയിലെ മുസ്ലിം അവസ്ഥയല്ല ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇസ്ലാം സങ്കീർണമായ ഘട്ടത്തിൽ ഇതൊരു അതങ്ങനെ ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. ഏതാണ്ട് റസൂലുള്ള ഹിജറക്ക് പോണതിന് മുമ്പുള്ള സാഹചര്യമാണ്. പക്ഷേ ഈമാന് പ്രദർശിപ്പിച്ചാൽ മദീന ഉണ്ടാകും. ഈമാന് പ്രദർശിപ്പിച്ചാൽ നിങ്ങളൊക്കെ ആധിപത്യമുള്ളവരാകും, ഉയർന്നവരായിത്തീരും. ഇതാണ് ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം. ഇപ്പോഴും ഈ ലണ്ടനിലെ മുസ്ലിം, അവിടെ മുസ്ലിം, ന്യൂയോർക്കിൽ മുസ്ലിം, മറ്റോടത്തെ മേയർ മുസ്ലിം എന്നൊക്കെ പറഞ്ഞത് ഇതേ ഹിജറ ചെയ്ത് അഭയാർത്ഥികളായി ചെന്ന് അവിടെ കുടിയേറി പാർത്തവരാണ് ആയിത്തീർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹിജറ എന്ന് പറഞ്ഞവർ മോശമൊന്നുമല്ല. ദീനിന് വേണ്ടി പോകാനും ദീനിന് വേണ്ടി പണിയെടുക്കാനും വേണ്ടി ചെയ്ത ആളുകൾക്ക് വിജയം കിട്ടും. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയും. രാമനാഥ് ജില്ലയിൽ വേണ്ടി ഇസ്ലാമിക മുന്നേറ്റം നന്നായി നടന്നൊരു ഘട്ടമുണ്ട്, റഹ്മത്ത് നഗർ എന്നൊക്കെ പറയുന്ന ഒരു കാലം. ആ കാലത്ത് എനിക്കൊരു പരിചയമുള്ള ഒരു പയ്യനുണ്ടായിരുന്നു, അജ്മൽ എന്ന് പറഞ്ഞിട്ട്. ഓന് 18 വയസ്സുള്ളപ്പോൾ ഓന് മുസ്ലിം ആയതാണ്. 2 കൊല്ലം വേലൂർ ഇസ്ലാം സെൻറ്ററിൽ നിന്ന് ഇസ്ലാം പഠിച്ചിട്ട് ഇവൻ പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകണില്ല, ഞാൻ ഹിജറ പോവുകയാണ്. എന്നിട്ട് അവനൊരു ഊരിലേക്ക് ഹിജറ പോവുകയാണ്. ആ പോണതിൻ്റെ ഉദ്ദേശം അവന് ജോലി എടുക്കലൊക്കെ പുറമേക്കുള്ളൂ, പക്ഷേ അവൻ്റെ ഉദ്ദേശം ആ ഊരിനെ മുസ്ലിമാക്കാണ്. 19 വയസ്സിൽ ഊരിൽ ചെന്ന അവൻ 21 വയസ്സാകുമ്പോൾ ആയിരക്കണക്കിന് വരുന്ന ഊരിലെ മുഴുവൻ ആളുകളെയും അജ്മൽ മുസ്ലിമാക്കുകയാണ്. നമ്മൾ ത്യാഗങ്ങൾ അങ്ങനെയാണ് ജീവിതത്തിൽ, ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ കാലഘട്ടം ഇതേതോ പണ്ട് കഴിഞ്ഞു പോയ കഥയല്ല ഹിജറ. ആരും പണ്ട് പറഞ്ഞു പോയ നമുക്കൊന്നും അനുഭവപ്പെടേണ്ടതില്ലാത്ത നടന്നുപോയ എന്തോ കഥയല്ല ഹിജറ. ഇന്നും നടക്കേണ്ടതും നാളെയും നടക്കേണ്ടതും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഇസ്ലാമിക മുന്നേറ്റത്തിൻ്റെ തീവ്രമായ ആവേശകരമായ മുന്നേറ്റമാണ് ഹിജറ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. അവിടെയാണ് ഇസ്ലാമിനെ നമ്മൾ ഉയർത്തിക്കാണിക്കുന്നത്. ഒരു കേവല മതമല്ല ഇത്, ലോകത്തിൽ അടിച്ചമർത്തപ്പെട്ട മുതലാളിത്തത്തിൻ്റെ, ഫാസിസത്തിൻ്റെ, നാസിസത്തിൻ്റെ, ചൂഷണത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഇരകളായ ആധുനിക ലോകത്തിലെ മനുഷ്യരുടെ പീഡിത ജനവിഭാഗത്തിൻ്റെ വിമോചനത്തിൻ്റെ, ദൈവികമായ വിമോചനത്തിൻ്റെ ഉത്തുംഗമായ വേദഗ്രന്ഥമാണ് ഇസ്ലാം, വേദമാണ് ഇസ്ലാം, സന്ദേശമാണ് ഇസ്ലാം എന്ന നിലയ്ക്ക് ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കാനാണ്
ഈ മുഹറം നമുക്ക് നൽകുന്ന ഏറ്റവും ചൈതന്യവത്തായ പാഠം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാഹ് ഞങ്ങൾക്കിനി പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവെ, നരകശിക്ഷയിൽ നിന്ന് ഖബറിലെ ശിക്ഷയിൽ നിന്ന് മഹ്ശറിൻ്റെ തീഷ്ണതയിൽ നിന്ന് അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകണേ. അള്ളാഹുവെ, ഞങ്ങളെ കുടുംബത്തെ, മക്കളെ, ഇണകളെ, മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ, ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടുമാറാകണേ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.